സുന്ദരഗ്രാമ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ കൊല്ലംകോട് എന്ന് പറയുന്നത് ഇപ്പോൾ സുന്ദരഗ്രാമം എന്നുള്ളതിൽ വേൾഡിലെ ലെവലിൽ ഇന്ത്യയിലെ ഒരു ടോപ്പ് 10 ഒന്നിലേക്ക് വന്നതാണല്ലോ. അപ്പോൾ അതിനെ ഒന്നുകൂടെ പ്രൗഢിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്നാണ് ചുരുക്കി പറയാം. ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കും. അതെ 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 തീർച്ചയായിട്ടും. നമ്മളാണല്ലോ ഇതിലുള്ള ഓരോ സിറ്റിസൻ്റെയും ഇതാണല്ലോ ഇതിനെ ഒന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. റെസ്പോൺസിബിൾ ടൂറിസം ആണോ ഉദ്ദേശിക്കുന്നത്? ആ അതെ. B.Ed ഞാൻ B.Ed ആണ്, ഹിന്ദി B.Ed ചെയ്താണ്. എവിടെയാ പഠിച്ചത്? ഞാൻ തൃശ്ശൂർ GHT രാമവർമ്മപുരത്ത്. പേരെന്താണ്? വിനീത. ഈ ടീമിന്റെ ക്യാപ്റ്റനാണ്? ആ അതെ. എത്ര പേരുണ്ട് ഈ ടീമിൽ? ഞങ്ങൾ ഒരു 10-11 പേരിൽ മുകളിലുണ്ട്. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മിനിമം 5 പേര് എങ്ങനെ ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ ഇതിനനുസരിച്ച് വന്നു പോകുന്നവരാണ്. എന്തോ ഗ്രാമീണ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സ്കീം കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അതെ 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 ഈ വർഷം പ്ലാൻ ഉണ്ട്. അതെ. വേറെ എന്തൊക്കെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഫാമേഴ്സും കൂടെ ഇതിനെ ഇൻക്ലൂഡഡ് ആണല്ലോ. നമ്മുടെ ഇവിടെ കൊല്ലംകോട് എന്ന് പറയുന്നത് മെയിൻ ഫാമേഴ്സാണ്. നെൽകൃഷി, മാവ്, അങ്ങനെ പലതരം കൃഷികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെയും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ വിൽപ്പനയ്ക്ക് ഇതാക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിന് എന്താണ് അവരുടെ എഫേർട്ടിനനുസരിച്ച് അതിന് വാല്യൂ കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ തന്നെ അവരുടെ പ്രൊഡക്ട്സ് വാങ്ങി അവർക്ക് യൂസ്ഫുൾ ആവുന്ന വിധത്തിൽ, അവർക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിൽ സെയിൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റിയിട്ട്. അതെ അതെ. മഞ്ഞൾപ്പൊടി, മുളക്, ചുവന്ന മുളകില്ലേ അതിനിതാക്കുന്നത്, പിന്നെ മാങ്ങ, കുടിൽ വ്യവസായം പോലെ കുറേ പേര് ഇങ്ങനെ അച്ചാറൊക്കെ ചെയ്യുന്ന ടീമുകളുണ്ട്. അങ്ങനെ പിന്നെ തവിട് കളയാത്ത അരിയൊക്കെ നമ്മൾ ഹെൽത്തിൻ്റെ ഇതിനൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതും കൂടെ ചെയ്യുന്നുണ്ട്. എക്കോ പ്രൊഡക്റ്റ് എന്നും കൂടെ പറയാം. എക്കോ ഷോപ്പ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? രണ്ടും. നമ്മൾ ഫുഡ് മെയിൻ, അതിനോടൊപ്പം ഇങ്ങനെ വരുന്നവർക്ക് അതും കൂടെ അവൈലബിൾ. എന്ത് സാധനം നമ്മുടെ കയ്യിലുണ്ടോ, ഇവിടുത്തെ ഫാമേഴ്സ് എന്താണോ പ്രൊഡക്റ്റ് അത് ചെയ്യുന്നത്, അത് വരുന്ന ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഫാമേഴ്സിന് അവരുടെ കയ്യിലുള്ള ഉൽപ്പന്നം വരുന്ന സഞ്ചാരികൾക്ക് കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം അവരും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അനുഭവിക്കുക എന്നുള്ളത്. സസ്റ്റൈനബിൾ ടൂറിസം എന്നാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു. ഇവിടെയുള്ള മീൻ കർഷകർക്ക് വേണ്ടിയിട്ട് എന്തോ പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ച് സാർ പറയാം, അതെന്താണ്? സാർ, ഞങ്ങൾ ഒരു എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ കർഷക കൂട്ടങ്ങളെ സംഘടിപ്പിക്കലാണ് പണി. അതിൽ 63 ഫാർമേഴ്സ് ക്ലബ്ബുകൾ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഏകദേശം 7-8 ക്ലബ്ബ് കൊല്ലംകോട് പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. അവരെല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓരോ പ്രൊഡക്റ്റ് ഓരോ ഭാഗത്ത് ഓരോ സ്ഥാപനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണം. അതിൽ ഇപ്പോൾ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ പഴയ കാലത്ത് കൃഷി രീതികൾ കാണാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ സഡനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആയിരക്കണക്കിന് കാറുകൾ വല്ലാണ്ട് കയറി വന്നപ്പോൾ ഞങ്ങൾക്കും എന്താ ചെയ്യേണ്ടതെന്നൊരു കാര്യം പകച്ചുപോയി. അത്രയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്രാവശ്യം ഈ കൂട്ടായ്മകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മഴയൊന്ന് ചോട്ട് വീഴുമ്പോഴേക്കും തന്നെ എക്കോ ഷോപ്പ് 3 അതിനെ റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത്. മഴ താഴെ വീഴുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം കൊടുക്കും. പിന്നെ സാർ, അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതെല്ലാം ഈ സ്ഥാപനങ്ങളൊക്കെ റെഡിയാവുന്നതോടുകൂടി ഇവിടെ സ്ഥിരമായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ ആൽബം, അതുപോലെ ഇതിൻ്റെ സിനിമ ഷൂട്ടിംഗ്, വരുന്നവർക്ക് താമസ സൗകര്യമുണ്ട്, ഭക്ഷണം. എത്ര ഗ്രൂപ്പുകൾ അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ 5-6 ഗ്രൂപ്പ് ഇവിടെ നിലവിലുണ്ട്. ഫാർമേഴ്സ് ക്ലബ്ബ് മാത്രം 6-7 ഗ്രൂപ്പുണ്ട്. ഒരു ക്ലബ്ബിൽ എത്ര അംഗങ്ങൾ വരും? 10ന്റെ മുകളിൽ 13, 14, 15 വരെ ആവാം. സീതാർകുണ്ട് ഗ്രൂപ്പിൽ മാത്രം 21 മെമ്പർമാരുണ്ട്. അത് രജിസ്റ്റേർഡ് ഗ്രൂപ്പുകളാണോ? അത് സാർ, ആദ്യം ഒരു കൂട്ടായ്മ ഉണ്ടാക്കും. ആ കൂട്ടായ്മ ക്ലബ്ബാക്കി മാറ്റി അതിൻ്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ എഡ്യൂക്കേഷനും അതിൻ്റെ സാമ്പത്തിക കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരനൊക്കെ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്പർ 1 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി പ്രൊമോട്ട് ചെയ്യും. FPO ആയിട്ടാണോ?
പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് കമ്പനി, FPO വേറൊന്നുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി ഇപ്പോൾ ആ 21 പേര് അടങ്ങുന്ന ടീം അവർ ഒരു അടുത്ത ഓണത്തോട് കൂടിയിട്ട് 4 റൂം താമസ സൗകര്യത്തിന് തയ്യാറാക്കും. അത്തരത്തിലുള്ള വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതോടുകൂടിയിട്ട് ഇവിടെ കുറേ കർഷകരുടെ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കാനും അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് മറ്റേ ഭക്ഷണം, താമസം, പിന്നെ വേറൊരു ഈ കൂട്ടായ്മയിൽ സൗകര്യമുള്ള ടീമുകളെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണം, വിട്ടുപോയിട്ടുള്ള കലയിൽപ്പെട്ടിട്ടുള്ള തോറ്റമ്പാട്ട് വിട്ടുപോയി, അവരെ നിങ്ങൾ ഒരു ദിവസം അത് കൊടുത്തോളൂ പറഞ്ഞാൽ അവർ ഞായറാഴ്ച അതൊരു പ്രോഗ്രാമായിട്ട് സംഘടിപ്പിക്കാൻ പറ്റും. അതുപോലെ പുള്ളവും പാട്ട് സംഘടിപ്പിക്കാൻ പറ്റും. പൊറാട്ടങ്ങളി കർഷക തൊഴിലാളികളുടെ കലയാണത്, അതും സംഘടിപ്പിക്കാൻ പറ്റും. ഈ വിട്ടുപോകുന്ന കലയൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഒരു 3 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന സഞ്ചാരികൾക്ക് അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും പറ്റും. അത് ആ ഗ്രൂപ്പിന് ഒരു മറ്റേ നല്ല പേരും ഉണ്ടാകാൻ പറ്റും. ഫോറിനേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഫോറിനേഴ്സ് ഇപ്പോൾ ഈ ഒരു അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷി ജർമ്മനിയിലെ ഒരു പാലക്കാട്ട് പുതിയങ്കത്തെ കക്ഷിയാണ്. അവരുടെ ഒരു ടീം ഉണ്ട് അവിടെ, റിസോർട്ടും യോഗ മെഡിറ്റേഷൻ ചെയ്യുന്ന ടീമാണ്. അവർ 1-2 പ്രാവശ്യം വന്നുപോയി. അരുൺ, ഒരു നവീൻ, ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ അയച്ചോട്ടെ, നിങ്ങൾക്ക് ആളെ അയച്ചു തന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൾ ഭയങ്കര ചൂടാണ്, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ല. ഈ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർ ടൈപ്പായിട്ട് താമസ സൗകര്യം, ഭക്ഷണവും അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ 3-4 മേഖലകളിലായിട്ട് മുന്നോട്ട് ഉറപ്പായിട്ട് പോകും. ഈ കൊല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശം മാവ് കൃഷിക്ക് ഏറ്റവും ലോകപ്രശസ്തമായിട്ടൊരു സ്ഥലമായിട്ടാണ് കേട്ടിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സർ, കൊല്ലങ്കോട് എന്ന് പറയുന്നത് തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള മുതലമട പഞ്ചായത്തിൽ ഏകദേശം 60% മാങ്ങൻ്റെ ഏരിയയാണ്, മാംഗോ വില്ലേജാണ് മുതലമട. ആ മുതലമട ചേർന്ന് കിടക്കുന്ന മലയോരത്തുകൂടി ചേർന്ന് കിടക്കുന്ന ഇലവഞ്ചേരി പഞ്ചായത്ത് വരെ മലയോരങ്ങളിൽ മാവ് കൃഷിയും തെങ്ങും കൃഷിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഏരിയകളിലാണ് ധാരാളം മാവ് ഉള്ളതും. ആദ്യത്തെ മാങ്ങ പൂക്കുന്ന ഏരിയ മുതലമട ആയതുകൊണ്ട്, പൂക്കും കായ്ക്കും ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് ആദ്യം കുറച്ച് മാസം നന്നായിട്ട് ഏഷ്യയിലെ ആദ്യത്തെ പൂക്കുന്ന ഏരിയ ആയതുകൊണ്ട് നല്ലൊരു റേറ്റ് ആദ്യം തുടക്കത്തിൽ കിട്ടും. പിന്നെ എല്ലാവിടെയും ആവുന്നതോടുകൂടി അതിൻ്റെ ഇത് കുറയും. മരുന്നടിക്കുന്ന മാവുകളാണോ? അതെ, മരുന്നടിക്കുന്നത് മുതലമടയിലുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, മരുന്നടിക്കാതെ എക്കോ ഗ്രൂപ്പ്, അതായത് ഓർഗാനിക് ഗ്രൂപ്പ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യത്തിൽ ഇപ്പോൾ 1 ടണ്ണ് മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർഗാനിക്കിന് മാങ്ങേണ്ട ഇഷ്ടം പോലെ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു ശിവസ്വാമി പറഞ്ഞ ആശ്രമത്തിൽ അവിടെ ഏകദേശം 1 ടണ്ണോളം മാങ്ങ സിന്ദൂരം, അൽഫോൺസോ ഇതൊക്കെ പോയി കഴിഞ്ഞു. എനിക്ക് ഓരോ ആൾക്കാർ വിളി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അൽഫോൺസോ ഇത് ഓർഗാനിക് മാങ്ങ കൊടുക്കാൻ കഴിയുന്നില്ല, അത്ര ഡിമാൻഡുണ്ട്. ഭാവിയിൽ ഈ വിഷമടിക്കുന്നവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും വരുന്ന സഞ്ചാരികൾക്കും വരുന്ന ആളുകൾക്കും നല്ലൊരു ഗുണമായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഈ പഞ്ചായത്തിൽ എത്ര ഹെക്ടർ മാവ് കൃഷി കാണും? ഇതിൽ ഏകദേശം ഒരു അതിൻ്റെ കണക്ക് സത്യത്തിൽ സെന്തിലാണ് കൃത്യമായിട്ട്. ഒരു 50% മാവ് കൃഷിയാണ്. അത് മുതലമട പഞ്ചായത്തിൽ 60% മാവ് കൃഷി. ഇവിടെ മലയോരങ്ങളിൽ ഏകദേശം ഒരു 20% മാവ് കൃഷിയാണ്. ബാക്കി തെങ്ങ്, കുറച്ച് നെല്ല്. ഈ മലയോരങ്ങളിലൊക്കെ മാവായി ഏകദേശം 20-25% വരില്ലേ. ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷി മാവ് തന്നെയാണ് അല്ലേ? അതെ സാർ, എക്സ്പോർട്ട് ഉള്ളതുകൊണ്ട്. അതെ, മാവ് കൃഷിയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുള്ള എലവഞ്ചേരിയിലും ഈ മലയോരങ്ങളിൽ കംപ്ലീറ്റ് മാവാണ്. എലവഞ്ചേരി അവിടെ നിന്ന് തൊട്ട് ഈ പറയുന്ന മുതലമട, കൊല്ലങ്കോട്, മുതലമടൻ്റെ അപ്പുറത്ത് തമിഴ്നാട്, അങ്ങനെ പഴനി വരെ പോകുന്നത്. പഴനി വരെ അത് മാങ്ങ, തെങ്ങ് തോട്ടം. അവിടെ നിന്ന് ബോർഡറിനപ്പുറത്ത് കുറേ മാവിൻ തോട്ടമുണ്ട്, അതേപോലെ തെങ്ങുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകും.
ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഈ സൈഡ് മുഴുവൻ ഈ കൃഷിയായിട്ട് കഴിഞ്ഞു. അതെ 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 അതെ. അങ്ങ് അത് പറമ്പിക്കുളത്തിന്റെ എൻഡിലാണ് നമ്മുടെ തെന്മല സ്റ്റാർട്ട് ചെയ്യുന്നത്. തെന്മല, ഇതിനെ പറയുന്നത് തെന്മല എന്നാണ്. കൊല്ലത്തൊരു തെന്മലയുണ്ട്. ആ അതെ അതെ, ഫേമസ് ആയിട്ട്. അത് വേറെ ഉള്ളതല്ലേ? അതല്ല, ഇത് വേറെ. എല്ലാം വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗം തന്നെയാണ്. സാറിന്റെ ഫോൺ നമ്പർ എന്ന് പറയാം? എൻ്റെ നമ്പർ 9447249611. ഈ സംഘടനയുടെ പേര് എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി, മുതലമണ്ട. എവിടെ? കൊല്ലങ്കോട്. കൊല്ലങ്കോട് ജില്ലാ ബേസ്ഡ്, പാലക്കാട് ജില്ലാ ബേസ്ഡ്, പാലക്കാട്. കൊല്ലങ്കോട്. കൊല്ലങ്കോട് ആണ് ഇതിൽ കൂടുതൽ പ്രവർത്തകരുള്ളത്. ഓഫീസൊക്കെ കൊല്ലങ്കോടാണ് ഉള്ളത്. അതിൻ്റെ ഓഫീസായിട്ടുണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓഫീസ് എവിടെയാണ്? അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോകാം. കൊല്ലങ്കോട് തന്നെ, ആശ്രയം കോളേജിൻ്റെ പരിസരത്ത്, നെന്മേനി. ഓക്കെ, സ്വന്തം ഗ്രാമത്തിൽ തന്നെയാണ്. താങ്ക് യു. അർബൻ ഏരിയ ആണ്. അപ്പോൾ പലരും അത്രയ്ക്ക് അവെയർ അല്ല പല കാര്യങ്ങളെക്കുറിച്ചും. ഇവർ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുത്ത് അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, നമ്മൾ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി പടിപ്പടിയായിട്ടാണ്. ഞാനിപ്പോൾ ഒരു 4 പേരെ വെച്ച് നെൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 4 പേരിൻ്റെ അവരവരുടെ സമയത്തിനനുസരിച്ച് അവർ പോവും, നോക്കും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. എനിക്കിപ്പോൾ അച്ഛൻ ഈ ഫീൽഡിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടും ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും നെൽകൃഷിയെക്കുറിച്ച് അത്യാവശ്യം മാവിനെക്കുറിച്ചും അറിയാം. അപ്പം ഞാനാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെ ഗൈഡൻസ് കൊടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ നെൽകൃഷിയോടൊപ്പം തന്നെ ഫുഡ്. അതായത് നമ്മളെ വീട്ടിൽ എന്താണോ ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ ആ ഫുഡ് കഴിക്കുന്നത്, അത് വരുന്നവർക്ക് കൂടെ കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഇല്ല മാക്സിമം ഇവിടുത്തെ പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കും. വെജിറ്റബിൾസ് ആണെങ്കിലും തേങ്ങ ഓയിൽ തൊട്ട് മാക്സിമം ഇവിടുത്തെ തന്നെ ആയിരിക്കും. പിന്നെ ചില വെജിറ്റബിൾസ് ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല, ക്യാരറ്റ് പോലുള്ള ചില സാധനങ്ങളും. അത് മാത്രം, അങ്ങനത്തെയുള്ള സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കും. അല്ലാത്ത മാക്സിമം ഇവിടുത്തെ ഈ വില്ലേജിൽ ഉണ്ടാക്കുന്ന അതേ പ്രൊഡക്റ്റ് വാങ്ങുക. അവർക്ക് അവർ പറയുന്ന റേറ്റ് കൊടുക്കുക, വാങ്ങിക്കുക. നമ്മൾ അതിനനുസരിച്ച് ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു. ട്രഡീഷണൽ മെത്തേഡിൽ കൊടുക്കുന്നു, സെർവ് ചെയ്യുന്നു അവർക്ക്.
ലയൺസ് ഗ്രൂപ്പിന് ബോധവൽക്കരണ പരിപാടികൾ സ്ഥിരമായിട്ടുണ്ടാവുമോ? നമ്മൾ തന്നെ ചെയ്യണം സാർ. അത് നമ്മളെ തന്നെ ഈ എവറി സൺഡേസിൽ ചിലപ്പോൾ എല്ലാവർക്കും കൂടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ടൈമിംഗ് എപ്പോഴാണോ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 4 ആൾ കൂടുന്ന സമയത്ത് നമുക്ക് അവർക്ക് ആ 4 ആളുടെ ഇതിനനുസരിച്ചിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കും. അവർക്ക് അതിന്റെ ഗൈഡൻസ് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ചിലരെ ഇൻഡിവിജ്വൽ ആയിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്താ പേര്? ഇന്ദിര. സെക്രട്ടറിയാണോ? അല്ല, ഇവരൊരു പാർട്ടിസിപ്പന്റ് ആണ് അതിൽ. ഇവിടെ വരുന്ന ഗൈഡുകൾക്ക് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ലീസിനെടുത്താണോ ചെയ്യുന്നത്? ഇവര് ലീസിനെടുത്തിട്ടാണ് ചെയ്യുന്നത്. എത്ര സ്ഥലം ചെയ്യുന്നുണ്ട്? ഇതിപ്പോ ഒരു 12 ആയിക്കോട്ടെ. ഇത് എന്ത് നല്ല നാടൻ നല്ല നെല്ലല്ല സാർ, പച്ചക്കറികള്, കൊത്തമര, വെണ്ട, പയറ്, പച്ചമുളക്, വഴുതന, രണ്ടും. പച്ചമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരി മുളക് ഉണ്ടായിരുന്നു, സാധാരണ ഉണ്ടായിരുന്നു, തക്കാളി ചെയ്തിട്ടുണ്ടായിരുന്നു, അമരപ്പയറില്ലേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർക്ക് ഓണായിട്ട് ഒന്നും ഇല്ല. അപ്പോൾ ഒന്നുകിൽ കാലാവസ്ഥയെ നമ്മളെ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വരുന്നതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അതിനനുസരിച്ചിട്ട് കൃഷി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇല്ല, ചക്ക ഇവിടെ കുറവാ സാർ, കുറവാ. അങ്ങോട്ടുള്ള പോലെ ഇങ്ങോട്ടേക്കില്ല, ചക്ക കുറവാണ്. ഇവിടെ വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമാണ്. ആണ്, ഉപദ്രവിക്കില്ല, വരും. അവർക്ക് വേണ്ട ഫുഡ് അവർ തേടി കണ്ടുപിടിക്കും. അതേ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോയിക്കാളും. ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല, മനുഷ്യര് ആക്രമിച്ചിട്ടില്ല, സംഘർഷം ഇല്ല, നേരിട്ടില്ല. അത് മനുഷ്യര് സൈലന്റ് ആവുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങിയ സമയത്ത് വരും, ഉണരുന്നതിന് മുമ്പ് തിരിച്ചു പോകും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. വനിതാ ഗ്രൂപ്പിന്റെ പേര് തേജസ്. തേജസ് മറ്റ് കുടുംബശ്രീ എന്നൊക്കെ താല്പര്യമുള്ളവർ കൂടി അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് ചെയ്യുമ്പോൾ റീനെയിം ചെയ്യും. കാരണം അത് പലതിൽ നിന്നും എടുക്കുന്നതാണ്. പല ഗ്രൂപ്പിൽ നിന്നുള്ളവരുടെ അവരുടെ ഇൻട്രസ്റ്റഡ് താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഗ്രൂപ്പിങ്ങിന് ചേഞ്ച് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ സാർ. അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പൻസ് നോക്കി എത്ര മെമ്പേഴ്സ് വെച്ച് എന്നിട്ട് അതിന് റീനെയിം ചെയ്യും. ഓൾറെഡി ഉള്ള ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിൽ ഇല്ലാത്തവരെയും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്കും കൂടെ ഒരു ഫിനാൻഷ്യൽ ഇത് വരുത്തണമല്ലോ. അപ്പോൾ അവരെയും കൂടെ കുറേ പേരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഷിക നഴ്സറി പരിഗണനയിലുണ്ടോ? ഇവിടെ വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് നമുക്കൊരു ഇതാണ്, വെള്ളം അത്രയ്ക്ക് ഇതുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്ന് നമ്മൾ അതിനെ റിസർച്ച് നടത്തി നമുക്കത് പ്രാക്ടിക്കൽ ആവുമെന്ന് നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അതും സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ഇനിയിപ്പോൾ കോഴി, മൃഗങ്ങളുടെ പരിപാലനം, അതാണ് പലരുടെയും താല്പര്യം. അപ്പോൾ മുട്ടക്കോഴി, പശു വളർത്തൽ, അതൊക്കെയാണ് ഒരു ഫാമേഴ്സ് ഒക്കെ അതിനുള്ളൊരു സ്പേസ് എല്ലാം ലീസിനെടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വെൽ സ്റ്റഡി ചെയ്തിട്ട് വേണം അതിലേക്കും പോവാൻ. കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലം ഒരുപാടുണ്ട് ഇവിടെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. മാക്സിമം ഇപ്പോൾ അത്യാവശ്യം അവയർനെസ് വന്നു കഴിഞ്ഞു. അപ്പോൾ മാക്സിമം എന്തേലും ഒരു കൃഷി ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. അത് അവനവൻ്റെ താല്പര്യം. ഒന്ന് ചിലപ്പോൾ നെല്ലാവാം, മാവാം, പച്ചക്കറിയാവാം, എന്താണോ അവനവൻ്റെ ഇതിൽ വരുന്നത് എന്താണോ അതവർ ചെയ്തു. അവയർനെസ് കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളായി പരിശ്രമം തുടങ്ങിയിട്ട്? വർഷങ്ങൾ. ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു. അത് വിട്ടിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ആക്റ്റീവായിട്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ ചിന്മയ മിഷനിൽ കൊല്ലങ്കോട്. 3 കോഴ്സ് ഉണ്ട്. അപ്പോൾ പോവാം. അത് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അത് കൃത്യമായിട്ട് പറയും. ഒരു ആക്ടിവിറ്റീസ് കാണിക്കുക. അവർ ഷൂട്ട് ചെയ്യാൻ അയക്കില്ല. ഒരു ഇതിൽ പെട്ടിട്ടുള്ള അബദ്ധത്തിൽ ഗർഭിണിയായിട്ടുള്ള ഉണ്ട്. ഇവർ ഏറ്റെടുത്തിട്ട് പാലക്കാട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ 10-26 ആൾക്കാരുണ്ട്. അവർ 2 ദിവസം വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കാണാൻ പറ്റുമെങ്കിൽ കാണാമോ, പക്ഷെ അവർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പ്രായം 10, 18, 16, 12. അത് നല്ലതല്ലേ. എന്തിനും നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വല്ലതും കൊടുക്കുകയോ എടുക്കുകയും ചെയ്യാം. പക്ഷെ നല്ലതുമാണ്. നമ്മൾ ഈ മാടൂര് പശുവില്ലേ, പശുവിനെ പോലെ തന്നെയാണ് ഈ ആട്. നമ്മൾ വളർത്തിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും അതിന് വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം ഈ ഒരു ഹിന്ദുക്കളുടെ ഈ ഒരു പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ അതിലും കൊണ്ടുപോകുന്നുണ്ട്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് നമ്മൾ 10 വർഷമായി. 10 വർഷമല്ലേ? 10 വർഷം. ഇതിന്റെ പാല് നമുക്ക് നല്ലതാണ്. നമുക്ക് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ
പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. മാട്ടിനും പശുവിൻ്റെ പാലിനേക്കാളും നല്ല പാലാണ്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യില്ല. ഈ ആട്ടിൻകുട്ടികൾക്ക് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഓക്കെ. നമ്മുടെ കൊല്ലങ്കോട്ടിൽ സുന്ദരഗ്രാമം മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര കമ്പനിയുടെ ഒരു പഠനത്തിൽ മൂന്നാമതാണ് കൊല്ലങ്കോട് സുന്ദരഗ്രാമം. ആ സുന്ദരഗ്രാമം ഡിക്ലെയർ ചെയ്തു, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അത് വല്ലാണ്ട് കയറി വന്ന് അത് ലോകം മുഴുക്ക ഈ സുന്ദരഗ്രാമത്തിൻ്റെ ഇത് വെളിയിലൊക്കെ നല്ല പബ്ലിസിറ്റി ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതോടുകൂടിയിട്ട് കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിൻ്റെ അവിടെ നിന്ന് തെക്കൻ കേരളത്തിൻ്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും, അത്യാവശ്യം തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ, ആയിരക്കണക്കിന് കാറുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് സീതാർകുണ്ടിൻ്റെ ഭാഗത്തും ചിങ്ങഞ്ഞാറിൻ്റെ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വന്നു. പക്ഷെ ആ വരവ് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. കുറേ ആൾക്കാർക്ക് അത് അന്നമായിട്ട് അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കി, തൊഴിലിൻ്റെ സാഹചര്യം ഉണ്ടാക്കി. അവിടെ ഹോട്ടലുകൾ വന്നു, ചായക്കടകൾ വന്നു, താമസ സൗകര്യം ഒരുക്കി. ഇത് കൂടുതൽ ഡെവലപ്പായി വരെ ഇത് നിലനിർത്തിക്കൊണ്ട് വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിന് ഉണ്ടാക്കലാണ് ഞങ്ങളുടെ പണി. അത് ഞങ്ങളുടെ ഒരു കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മൻ്റെ പണി ഇതാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഞങ്ങൾ സീതാർകുണ്ട് ഗ്രൂപ്പ്, അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ 21 മെമ്പർമാരടങ്ങുന്ന ഒരു സ്ഥലം, അവിടെ 4 ഏക്കർ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അവർ അതിനെ പ്രൊമോട്ട് ചെയ്യും. ആ ഏരിയയും അതിന് ചുറ്റുഭാഗവും ഇതിവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രൊമോട്ട് ചെയ്യും. അതിൻ്റെ തൊട്ട് കിടക്കുന്ന ഇപ്പുറത്ത് ആശ്രയം കോളേജിൻ്റെ അവിടെ ഒരു 20 സെൻറ്റ് വീണ്ടും ഒരു ഫാർമേഴ്സ് ക്ലബിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ 20 സെൻറ്റ് സ്വന്തമായിട്ടുണ്ട്. മാത്രമല്ല അവിടെ റൂം കെട്ടാനുള്ളത് ഈ കൊല്ലങ്കോട് ടൂറിസത്തിൻ്റെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ഓഫീസാക്കാൻ പോകണം അത്. അപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി സമന്വയിപ്പിച്ച്, പഞ്ചായത്തിനെ കൂടി സമന്വയിപ്പിച്ചിട്ട് അത് വരുന്നതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് കൺട്രോൾ വരും. അതിൻ്റെയൊക്കെ ഗുണം അനുഭവിക്കാൻ പോണത് ആരാണെന്ന് നമ്മളൊക്കെയാണ്. ഈ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല, അവരുടെ മണ്ടന്മാരാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, കൊച്ചു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, അപ്പുറത്ത് അവിടെ ഒരു ഗ്രൂപ്പ്, സീതാർകുണ്ടിൻ്റെ അവിടെ ഒരു ഗ്രൂപ്പ്, അവിടെ ആശ്രയത്തിൻ്റെ അവിടെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ കൊച്ചു ഗ്രൂപ്പ്. അവിടെ ബിസിനസ് സെൻറ്ററിനോടൊപ്പം ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ്. അതിൽ JLG ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് ഇവർ അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയൊരു സംഭവത്തിലേക്കാണ് വന്നത്. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതിന് പകരം അത് ഒരു ഓർഡറാക്കി എടുക്കുക. അവിടെ അവിടെ പോയ ഇന്നതാണ് എന്ന് വെളിയിൽ കോഴിക്കോടുള്ളവരും കണ്ണൂരുകാരും പറയണം, മറ്റേ തിരുവനന്തപുരത്തെ ആൾക്കാരും കോട്ടയംകാരും പറയണം, അവിടെ പോയാൽ അവിടെ ഇന്നതാണ് എന്ന് പറയണം. ആ തരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടാക്കണം. അത് ആ കുട്ടിക്ക് അതിൻ്റെ പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പ് അത് ക്രിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് കൊച്ചു ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ വേറൊരു സംഭവം കൂടി പറയാം. കൃഷിക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ പച്ചക്കറി സെൻ്റർ ഉണ്ട്. എൻ്റെ അവിടെ ഒരു കൂട്ടായ്മയ്ക്ക് ചെയ്തിട്ടുണ്ട്. 2 ഫാമിലി ആയിട്ടായി ജോയിൻ്റ് ആക്കിയിട്ട് കപ്പയ്ക്ക വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 50, 55, 60 കിലോ വരെ കൊടുക്കുന്നുണ്ട്. മഴ അങ്ങോട്ട് പെയ്താൽ 250, 300 കിലോ വരും ഒന്നിടവിട്ട്. അപ്പോൾ അത് ലക്ഷങ്ങൾ വരും.
അതിൽ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി തൃശ്ശൂരിൻ്റെ അപ്പുറത്ത് പോകും, സെക്കൻഡ് ക്വാളിറ്റി കൊല്ലംകോട് ഈ ഭാഗത്ത് പോകും, തേർഡ് ക്വാളിറ്റി പറഞ്ഞ സാധനം വാസ്തവത്തിൽ പുഴുക്കുത്തുണ്ടാവും ചെറുതായിട്ട്. അത് നല്ല സാധനമാണ്, കളയേണ്ടതല്ല. പക്ഷെ സാധനം ചെറുതാണ്, വളഞ്ഞാണെന്നുള്ളൂ. ഈ സാധനത്തിന് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കൊടുക്കുന്ന അവർക്ക് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കപ്പയ്ക്കാണ് വെച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്ക ചുളു വിലയ്ക്ക് ഒരു മര്യാദയ്ക്ക് തരുമത്. അവരെയും കൂടി നമ്മൾ ചേർത്തണം, ആക്കണം. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ വില കുറഞ്ഞ നല്ല സാധനം, ചീപ്പ് ആൻഡ് ബെസ്റ്റ് നല്ല സാധനം ഉണ്ടാക്കിയിട്ട് അത് ധാരാളം ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് വരണം. അപ്പോൾ തീർച്ചയായിട്ടും കൊടുക്കുന്ന അയ്യപ്പാട്ടിന് അവിടെ പോകുമ്പോൾ നോക്കിയിട്ടുണ്ട്, അവിടെ ഒരു ഭക്ഷണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോകുമ്പോഴും അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഭക്ഷണം കൊടുക്കുമ്പോൾ കറി നമ്മൾ മറ്റു കടകളിലേക്ക് വെക്കുമ്പോൾ വെറുതെ ഇത്തിരി പേരിന് ഇട്ടിട്ട് പോകും. അവിടെ കറി ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ടിട്ട് ദാരിദ്ര്യം കാണിക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഭക്ഷണം കഴിച്ചിട്ട് പോണവർ വീണ്ടും അവിടെ പോകും. അത് അവിടുത്തെ രീതി. അത് സിനിമ സ്റ്റാറുകൾ വന്ന് അവിടെ കണ്ടിന്യൂ ആയിട്ട് 2-3 പ്രാവശ്യം നല്ല ടേസ്റ്റിൽ ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോൾ അതിൽ 1-2 സിനിമ സ്റ്റാർ വീഡിയോ എടുത്ത് പരസ്യം കൊടുത്തത് കൂടിയിട്ട് അവിടെ നിന്ന് നിക്കപ്പുറതിയില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഭക്ഷണത്തിന് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ വെള്ളരിമേട് ഇതുമാതിരി കൂട്ടായ്മ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് ഒരു 3-4 കർഷകരെ വിളിച്ചു കൂട്ടിയിട്ട് സംസാരിച്ച് ഒരു ഉറപ്പായിട്ട് ഉണ്ടാക്കിത്തരാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സീസൺ സമയത്ത് വെള്ളരിമേട് ആയി, അത് കഴിഞ്ഞ് സീതാറുണ്ട് ഓൾറെഡി ആയിക്കഴിഞ്ഞു, പിന്നെ കോളേജിൻ്റെ അവിടെ ആയി, പിന്നെ അത് കഴിഞ്ഞ് ചിങ്ങഞ്ചിറ ഇപ്പോൾ ആ ഗ്രൂപ്പിനെ ഒന്നുകൂടി ഒന്ന് ഉണർത്തിയെടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവരുടെ ആ സ്ഥലമില്ലേ പെരുങ്ങോട്ടുശ്ശേരിയും ഇതേമാതിരി ഭക്ഷണവും ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള സാഹചര്യത്തിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കൽ. അതുമാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് പോയാൽ അപ്പുറത്ത് പോയ പേഴുംപറ്റ മോഹൻ്റെ അവിടെ തോട്ടം മാവിൻതോട്ടം ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. മാവിൻതോട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുന്നുപോലെ ചെറിയൊരു പാറയുണ്ട്. ആ പാറയിൽ സിനിമാ ഡയറക്ടർമാർ അവരൊരു ഗ്യാങ് വന്നിട്ട് ഞങ്ങൾ കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ടൊക്കെ നടന്ന് നോക്കിയിട്ട് ഗംഭീര സ്ഥലം, നല്ല സ്ഥലം, നമുക്ക് ഇതിനെയൊക്കെ പൊടിതട്ടി എടുക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരുടെ ആൾക്കാരെയൊക്കെ വിളിച്ചൊരു സെമിനാർ നടത്തി സിനിമ ഡയറക്ടർമാരെ കൂടി വന്നിട്ട് പറഞ്ഞു, രാമോജി ഫിലിം സിറ്റിയിൽ 1400 ഏക്കറയാണ് അത്ര ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് ജില്ലയിൽ എത്ര കർഷകരുണ്ട് ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ എത്ര കർഷകരുണ്ട്. അവരൊക്കെ കൂടി ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ 10-2000 ഏക്കറിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അവരെക്കാൾ നമുക്ക് നാച്ചുറൽ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനൊക്കെ ഒന്ന് ഭംഗിയാക്കി വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ ഷൂട്ടിംഗ് സ്ഥിരമായിട്ട്, വെഡ്ഡിങ് ഷൂട്ടിംഗ്, സീരിയൽ ഷൂട്ടിംഗ്, സിനിമ ഷൂട്ടിംഗ്, ഇതൊക്കെ സ്ഥിരമായിട്ടോടെ വരും. ഒരുക്കണം, ഫുഡ്, എൻ്റർടൈൻമെൻറ്റിനുള്ള സാഹചര്യം. മോഹനൻ ഇതുമാതിരി ഒരു സംവാദത്തിൽ മോഹനൻ പറഞ്ഞു, ഞാൻ ഏറ്റു അവിടെ മൂപ്പര് അവിടെ ഒരു 5 വരയ്ക്കുള്ള കണ്ടത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കന്ന് കൂട്ടുന്ന ഒരു സംഭവം, അതേപോലെ തന്നെ ചവിട്ടുമരം കിട്ടുന്ന ഒരു സംഭവം, ഇപ്പിട്ടിട്ട് തേക്ക് കോട്ട ചെയ്ത്, പിന്നെ വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാടൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറഞ്ഞു. ഒറ്റ 5 വര കണ്ടത്തിൽ അത് കാണാൻ പോകുന്നവർ തൊട്ടടുത്ത മാവിൻതോട്ടത്തിൽ പോകും. അത് കഴിഞ്ഞാൽ ആ കുന്നും മുറത്തിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലുള്ള ഫ്ലോ അവിടെയും വരും. അപ്പോൾ ഈ ഭാഗത്ത് കൊല്ലംകോട് പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്ത് ജനം ഫ്ലോ വരുന്നതിനനുസരിച്ചിട്ട് ഒരു ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട്
അവിടെ ഭക്ഷണം, ഇവിടെ ഭക്ഷണം രാവിലെ അവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് അവിടെ തന്നെ കറങ്ങാനായി എൻ്റർടൈൻമെൻറ്റും കണ്ടു. സുഖമായിട്ട് അവർ ആസ്വദിച്ചിട്ട് പോയാൽ തരക്കേടില്ല. അവിടെ പോയാൽ നമുക്ക് ഇനിയും പോകണം എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കി വിട്ട് നമുക്ക് അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു വരുമാനമായി. ആ വരുമാനത്തിന് മാക്സിമം നല്ല രീതിയിലേക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൻ്റെ ഒരു തുടക്കം പല ഭാഗത്തും പല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇവിടെ ഈ ഹോട്ടൽ എന്നുള്ള രീതിക്ക് ഹോട്ടലല്ല, അതൊരു എക്കോ ഷോപ്പ്, മാതൃകാപരമായിട്ടുള്ള ഷോപ്പ്. ഈ മോഡല് മറ്റുള്ളവർക്ക് ഒക്കെ നമ്മൾ ഒരു മോഡൽ സന്ദേശം കൊടുക്കുന്ന ഒരു നല്ല ഒരു ഷോപ്പ് ആക്കി മാറ്റണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അവരൊരു കട തുടങ്ങുകയാണെങ്കിൽ അവരുടെ മാത്രമല്ല, നമ്മുടെ ഒക്കെ കൂടിയിട്ടുള്ള കടയാണ്. ഇവരൊക്കെ കൂടി ചേർന്ന് ഇവിടെ ഒരു സാഹചര്യം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ കൂടിയിട്ടുള്ളതാണ്. ആ രീതിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സംഗതി കൊണ്ടുവരണം. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു വ്ളോഗർ ഇദ്ദേഹത്തിൻ്റെ എടുത്തിട്ട് പോയിട്ട് യാദൃച്ഛമായിട്ട് എനിക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു. വളരെ നന്നായി ഗംഭീരമായി പറഞ്ഞു. വേറൊന്നുമില്ല, പച്ചക്കറി വെച്ചു, ആൾക്കാർ വന്നു, നേരിട്ട് പറിച്ചു, അതിനെ കൊണ്ട് പൊടി പാറിയില്ല, സാധനം കിട്ടിയില്ലല്ലോ അല്ലേ? ഇത്തരത്തിലുള്ള ബിസിനസ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? റോഡ് സൈഡിൽ അവിടങ്ങളിലൊക്കെ പച്ചക്കറിയും എന്ത് വെച്ചാലും അവിടെ തന്നെ പറിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് വിറ്റ് ഒരു പറിച്ച് നമ്മൾ മാങ്ങയാണ് ഈ സാധനത്തിനെ പറിച്ച് കൊട്ടിയിലാക്കി പാലക്കാട് കൊണ്ട് അയച്ചിട്ട് വല്ല കാര്യം കഷ്ടപ്പെടണ്ടേ? ഇത് വാങ്ങിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനം പോകുമ്പോൾ മര്യാദയ്ക്കുള്ള റേറ്റും കിട്ടുന്ന കഷ്ടപ്പെടാണ്ട് കാര്യം നടക്കില്ലേ? ഇത്തരത്തിൽ നിങ്ങൾ ഒന്ന് വിഷൻ കണ്ടുകൊണ്ട് നിങ്ങളുടെ കൊച്ചു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ആ തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാകണം. അതിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും സഹായങ്ങളും ചെയ്തുതരും. പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതലമട പഞ്ചായത്തിൽ 500 കോടി രൂപയുടെ പ്രൊജക്റ്റ് വെച്ചു. പക്ഷെ അത് പോയി, മാങ്ങയ്ക്ക് മാത്രമായിട്ടാണ് വെച്ചത്. അത് പോകാനുണ്ടായ കാരണം അത് കച്ചവടത്തിൻ്റെ താല്പര്യത്തിൻ്റെ ആളുകളിൽ കൊണ്ട് അത് മിസ്സായിപ്പോയി. പക്ഷേ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി സർക്കാർ തലത്തിൽ ഇടപെട്ട് കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരാൾ ഇവിടെയുണ്ട്, സെന്തിൽ സാർ. അതുപോലെ തന്നെ നമ്മളുടെ ഇവരുടെ എല്ലാവരുടെയും അതിൽ സന്നദ്ധ സംഘടനയായിട്ട് സജീവമായിട്ട് ഇടപെടുന്ന അദ്ദേഹമുണ്ട്. ഇവർക്കും എല്ലാവരും ഇരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർക്കുണ്ട്. ഈ വർക്കിൽ എല്ലാവരും സജീവമായിട്ട് നിൽക്കണം. ഈ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും സുന്ദര ഗ്രാമത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും മാത്രം പറയാനായിട്ട്. ഞാൻ തൊട്ടടുത്ത് മൂലമടയിലുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിനായിട്ട് ഒരു 6-7 വർഷത്തെ സൗഹൃദമുണ്ട്. ഈ ഭാഗത്ത് പല കാര്യങ്ങൾക്കും വന്നു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിലൂടെ ഓൾറെഡി പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ സുന്ദര ഗ്രാമം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബെനിഫിറ്റ് എടുക്കുന്നത്, പ്രാഥമികമായിട്ട് ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരിക്കും? ഒന്ന് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, റിസോർട്ടുകൾ ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ അത്തരം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ആൾക്കാർക്കാണ് ആദ്യത്തെ ഗുണങ്ങൾ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ അന്തേവാസികളാണ്, ഇവിടെയുള്ള സാധാരണക്കാരാണ്. അപ്പം നമുക്കും കൂടെ അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പ്രോജക്റ്റുകളെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഐഡിയോളജി ഞാൻ ഇദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഉദയേട്ടൻ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു സ്വപ്ന പദ്ധതിയൊക്കെയാണ് ഇവിടെ അഗ്രി ടൂറിസം വരണം, എക്കോ ടൂറിസം വരണം, പശ്ചിമഘട്ടത്തിൻ്റെ താഴെയുള്ള നമ്മുടെ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാട് ടൂറിസത്തിൻ്റെ സാധ്യതയുള്ളതാണെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞു നടക്കുന്ന ആളാണ് ഉദയേട്ടൻ എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്ത് എല്ലാവരോടും പറഞ്ഞെങ്കിലും നമുക്ക് എന്താ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഫോക്കസിൽ ഇനി എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാനൊരു ആശയം ഒരു 5-6 മാസം മുമ്പ് ഇദ്ദേഹത്തോട് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒരു സീസണായി കഴിഞ്ഞാൽ, അത് ജൂൺ ജൂലൈ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഒഴുക്ക് വരും. ഒരു 4-5 മാസം എന്തായാലും കുറേ ആൾക്കാർ വിസിറ്റേഴ്സിൻ്റെ എണ്ണം ഇവിടെ കിട്ടും. അവർ നിർബന്ധമായിട്ട് ഈ വഴിയൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് തിരിച്ചു പോവുക. അപ്പോൾ ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ കൊല്ലംകോടേ ഉള്ളൂ. ബാക്കി ഈ ഇടത്തരം സ്ഥലങ്ങൾക്ക് അവർ വരും, വണ്ടി തിരിച്ചു പോവും. അപ്പോൾ എന്തായാലും അവർക്ക് ഭക്ഷണത്തിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ ഒരു ആവശ്യം എന്തായാലും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞൊരു ആശയമാണ്, നമുക്ക് ഓരോ ഭാഗത്തും ചെറിയ JLGകൾ ക്രിയേറ്റ് ചെയ്യാം. ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളായിട്ട് കുറേ വനിതാ സുഹൃത്തുക്കളെ വനിതകളെ സംഘടിപ്പിക്കുക ആദ്യമായിട്ട്, പിന്നെ അവരുടെ കുടുംബക്കാരെ പിന്നീട് അങ്ങനെ സംഘടിപ്പിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഈ JLG ഗ്രൂപ്പാക്കി ഇവരെ തിരിച്ചിട്ട് നമുക്ക് ഇവർക്ക് ഈ വിസിറ്റേഴ്സിന് വരുന്ന ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കുക. ഭക്ഷണം വെക്കുക, ഭക്ഷണത്തെ പല ഭാഗത്തായിട്ട് നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമുക്കൊരു കടയോ ഷോപ്പോ അതൊന്നും വേണ്ട.
ഒരു കോമൺ ഐഡൻറ്റിറ്റി വേണം. സുന്ദര ഗ്രാമത്തിൻ്റെ കീഴിൽ ഒരു പേര് നമുക്ക് വേണം. അത് ഇവരായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും ഒരു പേര് നമുക്ക് ഏറ്റെടുക്കാം. അപ്പോൾ ആ യൂണിറ്റിൻ്റെ കീഴിൽ വരുന്ന വിവിധ ജയിൽജികളായിരിക്കും നിങ്ങളൊക്കെ. ഒരു 10 പേരടങ്ങുന്ന അല്ലെങ്കിൽ 15 പേരടങ്ങുന്ന ജയിൽജികളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ജയിൽജിക്ക് നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാം. ഭക്ഷണത്തിന് തന്നെ നമുക്ക് മിനിമം ഒരു 2 or 3 ജയിൽജി വേണം. അപ്പോൾ ഈ ജയിൽജി നമ്മൾ ഉണ്ടാക്കി ഈ ആശയങ്ങൾ പറഞ്ഞു. പിന്നെ അവർക്ക് വേണ്ട എന്താണ്? ഫണ്ടിങ് ആണ്. ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ വേണ്ടേ? ഇപ്പോൾ എല്ലാവരും സാധാരണ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കൃഷി ഒരു 2 or 1 ഏക്കറുള്ള ആൾക്കാരായിരിക്കാം. ഇവർക്ക് ഈ ആശയം പറഞ്ഞു കൊടുത്ത് ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു പദ്ധതിയിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു. ആദ്യത്തെ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുന്നു. എന്നിട്ട് അവരെ യൂണിറ്റാക്കി തിരിച്ചിട്ട് അവർക്ക് വേണ്ട കാറ്ററിംഗ് സർവീസ് നടത്താനുള്ള അടിസ്ഥാന കാര്യങ്ങൾ, പാത്രങ്ങൾ, ഗ്യാസ്, ബാക്കി കാര്യങ്ങൾ, അതിനും അനുബന്ധ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് അവർ ഈ ജയിൽജിയിലൊരു 4 or 5 വനിതകളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. അവർക്ക് ഈ പൈസയെ റൊട്ടേറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരു ആദ്യഘട്ട സഹായം എന്നുള്ള നിലയ്ക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ ഒരാൾ കൊടുത്ത് കഴിഞ്ഞാൽ ആ പൈസയുമായി ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് മുടങ്ങുന്ന ആൾക്കാരായിരിക്കരുത്. അത് വെച്ച് അവർ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജയിൽജി ബാങ്ക് അക്കൗണ്ടിൽ അവർ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കണം, പൈസ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കൊടുക്കും, പ്രാഥമിക സഹായങ്ങൾ ചെയ്യും, അതിൻ്റെ റൂട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുക. നമ്മളിത് ദിവസവും ചെയ്യണമെന്നല്ല പറയുന്നത്. സന്ദർശകർ വരുന്ന സമയം നമുക്ക് ഏതാണ്? വെള്ളി, ശനി, ഞായർ. ശനി, ഞായർ നിർബന്ധമായിട്ട് വരും. അപ്പോൾ ശനി, ഞായർ നിർബന്ധമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ സംഭവത്തെ ഉണ്ടാക്കിയിട്ട് ഓരോ പോക്കറ്റുകളായിട്ട് തിരിക്കുക. അപ്പോൾ ചിലയായിട്ടുള്ള ചായക്കട ഒരു ഐഡൻറ്റിറ്റിയാണ്. ജംഗ്ഷൻ, തേക്കഞ്ചിറ ആ സ്പോട്ട് ഒരു ഐഡൻറ്റിറ്റിയാണ്. ചിങ്ങഞ്ചിറ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു സ്പോട്ട് ഐഡൻറ്റിറ്റിയാണ്. ഈ സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളൊരു ടേബിൾ അവിടെ ഇടുക, നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ബാനർ അവിടെ വയ്ക്കുക, നമ്മൾ കിറ്റ് കൊടുക്കുക. കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കിറ്റിൽ ഉച്ചയാണെന്ന് വിചാരിച്ചു, ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. പുറമെ എല്ലാം ഒരു 120 രൂപയ്ക്കോ 130 രൂപയ്ക്കോ ബിരിയാണി കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. സങ്കല്പം എനിക്കറിയില്ല, ഞാൻ മാർക്കറ്റ് റേറ്റ് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 100 രൂപയ്ക്ക് ഒരു ബിരിയാണി പാക്കിൽ ഒരു ബിരിയാണി, ഒരു 100 ml വാട്ടർ ബോട്ടിൽ, പറ്റുമെങ്കിൽ ഒരു 10 രൂപയുടെ ഒരു ജ്യൂസ്, ഒരു പപ്പടം, ഒരു അച്ചാർ, വാല്യൂ അഡീഷൻ ആയിട്ട് നമ്മൾ ഒരു പാക്ക് കോംബോ ആയിട്ട് കൊടുക്കുന്നു. ഒരു 100 രൂപയ്ക്ക് ഒരു കിറ്റ് വാങ്ങിക്കുന്ന ആൾക്ക് അയാൾക്ക് വേണ്ട എല്ലാം അതിനകത്തുണ്ട്. വെള്ളമുണ്ട്, ജ്യൂസുണ്ട്, അച്ചാറുണ്ട്, ബിരിയാണി ഉണ്ട്, കൊടുക്കുന്നു. അപ്പോൾ ഈ സാധനം വരേണ്ടത് ഒരു കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നായിരിക്കും. ഈ പരിസരത്ത് മുഴുവൻ കാറ്റർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നായിരിക്കും ഈ സാധനം പോകേണ്ടത്. ആ വീട്ടിൽ നമ്മളൊരു 200 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, 200 കിറ്റ് ഉണ്ടാക്കുന്നു. 200 എണ്ണത്തെ 4 ഡിവൈഡ് ചെയ്യുന്നു, 50 പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 50 കിറ്റുകളായിട്ട് അവിടെ സ്പോട്ടിൽ വെച്ച് വെക്കുന്നു. ഈ 50 തീരാറാകുമ്പോൾ ഈ സെൻട്രൽ പോയിന്റിലേക്ക് ഇയാൾ ഫോൺ ചെയ്യുന്നു, ഭക്ഷണം കിറ്റ് ഇനിയും വേണം പറഞ്ഞാൽ ഒരു 10 or 20 ഒരാൾ 2 വീലർ കൊണ്ട് കൊടുക്കുന്നു. ഈ റൊട്ടേഷൻ നമുക്ക് വെള്ളിയും ശനിയും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ജയിൽ ചെയ്യുന്ന മിനിമം ഒരു 300 പൊതി നമുക്ക് വിൽക്കാൻ പറ്റും. 200 or 300 പൊതി ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 4 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു 1000 എന്നുള്ള ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ആഴ്ചയിൽ. അപ്പോൾ 1000 പൊതി × 100 നമ്മൾ ആ ഒരു വോള്യൂം ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു സൈസബിളായിട്ടൊരു ബിസിനസ്സാണ്. അത് ബാങ്കിലേക്ക് പോകണം, നമ്മളെടുക്കുന്ന ജയിൽജി ഗ്രൂപ്പ് അക്കൗണ്ടിലേക്ക് പോകണം. ആ പൈസ വിഡ്രോ ചെയ്ത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ പൈസ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പൈസയുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പദ്ധതിയിലൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇനീഷ്യൽ ഫ്യൂവല് നമ്മൾ തരും, കാര്യങ്ങൾ ബേസ് പറഞ്ഞു കൊടുക്കും, എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഉദാഹരണമാണ്. ഇതിൽ നിന്ന് നമുക്ക് പലർക്കും പല ആശയങ്ങൾ വരാം. ഞാൻ എന്തുകൊണ്ട് ഒരു ടേബിൾ വെച്ചുകൊണ്ട് ഒരു മറ്റേ കിറ്റ് മാത്രം വെക്കുന്നു, ബിരിയാണി പൊതി മാത്രം വെക്കുന്നു, അതിൻ്റെ കൂടെ ഞാൻ ഒരു ഐസ്ക്രീം ബോക്സ് കൂടി വെക്കും, അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്രീസർ കൂടെ വെക്കും. ചെയ്യാം, ധാരാളമായിട്ട് ചെയ്യാം. അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ വരുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളത് നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു. ഇതാണ് ഒരു ബേസ് ഐഡിയ എന്ന് പറയുന്നത്. ഇത് കാറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജയിൽജിയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഒരു ആശയം മാത്രമാണ്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഈ സുന്ദര ഗ്രാമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഈ പദ്ധതിയെ കൊണ്ടുവരണം. ഇതാണ് ഞാൻ ഇദ്ദേഹത്തോട് ഒരു 4 മാസം മുമ്പ് പറഞ്ഞ കാര്യം. അതിൻ്റെ ഒരു സ്റ്റേജ് വഴിത്തിരിവായിട്ടാണ് ഇപ്പോൾ IRDCയിൽ നിന്ന് സാറ് വന്നിരിക്കുന്നതും ക്ലൈമസ് വന്നിരിക്കും, ബാംഗ്ലൂരിൽ നിന്ന് ക്ലൈമസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് യൂണിറ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ബേസ് യൂണിറ്റ് ഞങ്ങൾ 3 പേർക്കുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുക. ഇന്ത്യ വൈഡുള്ള CSR ഫണ്ടുകളിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യും. എവിടെ നിന്നാണോ ഫണ്ട് നമുക്ക് അവൈലബിൾ ചെയ്യുന്നത് ആ ഫണ്ടിനെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ
JLGകൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമ്മൾ പണി എടുപ്പിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ജോലി ചെയ്യേണ്ടവർ നിങ്ങളാണ്. അതിന് വേണ്ട ഇൻപുട്സാണ് നമ്മൾ തരുന്നത്, അതിന് വേണ്ട ഫണ്ടിങ്ങാണ് നമ്മൾ തരുന്നത്. പക്ഷേ ഈ പൈസ നമ്മൾ തിരിച്ചു ചോദിക്കുന്ന പൈസ ഇല്ല, നിങ്ങൾ തിരിച്ച് തരണ്ട, നമുക്ക് തരണ്ട. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യണം, ഈ പൈസ റൊട്ടേറ്റ് ചെയ്യണം, ഈ വർക്കിംഗ് ക്യാപിറ്റൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ തരുന്ന ഉദാഹരണത്തിന് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷമോ, 1 ലക്ഷം തന്നെ കണക്കാക്കാം. 1 ലക്ഷം രൂപ നമ്മൾ തരികയാണെങ്കിൽ ഈ 1 ലക്ഷം വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പിന്നെ ആ പൈസ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിൽ നിന്ന് കുറച്ചായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പുതിയതായിട്ട് സംരംഭം വല്ലതും ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് നമ്മൾ പറ്റിയ ഫണ്ടിങ് നമ്മൾ ഏർപ്പാടാക്കി തരും. ടൂറിസം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവരും ഓർത്തിരിക്കുന്ന കുറേ റിസോർട്ടുകൾ കാണും. മുതലാളിമാർക്ക് കുറച്ച് ടൂറിസ്റ്റുകളെ വഴിയാലും ഇൻ്റർനാഷണലി വന്ന് അവർ പൈസ പോകും, നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ല. ആ കാലഘട്ടം മാറി. ഇപ്പോഴത്തെ ടൂറിസം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് പാർട്ടിസിപ്പേഷനോടുകൂടി ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയും. റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് നാട്ടുകാർക്ക് ഉപകാരം. ഇവിടെ കുറച്ച് പേര് റിസോർട്ടിൽ വന്ന് താമസിച്ചപ്പോൾ ഞങ്ങളിന്ന് മാംഗോ റിസോർട്ടിലാണ്. മാംഗോ അവിടെ 4500 രൂപ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കിടന്നു. അതുകൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമൊന്നുമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാക്കി നമ്മുടെ ഇതിലുള്ള മണി ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ടൂറിസം കൊണ്ട് ഉപകാരമുണ്ട്. ഇപ്പം നമ്മുടെ ഇതിപ്പം വളരെ ലോകപ്രശസ്തമായിട്ടൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞു സുന്ദര ഗ്രാമം. പക്ഷേ ഈ പേര് നമുക്ക് സുന്ദരമാണെന്ന് കേട്ടോണ്ട് നമ്മുടെ വയലിലോട്ട് വരാൻ പോകണ്ടായിരുന്നു. അപ്പം ഈ സുന്ദര ഗ്രാമം എന്നുള്ള ഈ പദ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം. അപ്പം ലോക്കലായിട്ടുള്ള ചെറിയ ഗ്രൂപ്പ് സെൻട്രൽ സാറിനകത്ത് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളായിട്ടാണ് അത്ര മതി. ഞാനത് പറയുന്നുള്ളൂ. വളരെ ഡീപ്പായിട്ടുള്ള അവഗാഹമായിട്ടുള്ള ആളാണ് സെൻട്രൽ സാറ്. പിന്നെ കൺസൾട്ടൻറ്റ് ക്ലൈമറ്റ് സാറ്. പിന്നെ ഇദ്ദേഹത്തിന് അറിയാൻ മേലാത്ത ഒരു കാര്യമില്ല. ഇന്നലെ തൊട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തെ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്നുണ്ട്. IRA സൊസൈറ്റിയുടെ ഹെൽപ്പ് ഏതായാലും ഉണ്ടാകും. അപ്പോൾ നമുക്കെങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാക്കി നമ്മുടെ ഗ്രൂപ്പ്, വിമൻസ് ഗ്രൂപ്പ്, മെൻസ് ഗ്രൂപ്പ്, ഇതൊക്കെ ഈ നാടിൻ്റെ സൗന്ദര്യമാണല്ലോ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ആ സൗന്ദര്യം വിൽക്കുമ്പോൾ മുതലാളിമാർക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഇവിടെയുള്ള നാട്ടുകാർക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കൂടെ അതിൻ്റെ ഈ സൗന്ദര്യം മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം ഉണ്ടാവണം. ഇതാണ് റെസ്പോൺസിബിൾ ഉത്തരവാദിത്ത ടൂറിസം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇവിടെ പല കാര്യങ്ങളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഈ വില്ലേജ് മൊത്തം കൊല്ലങ്കോട് ഗ്രാമം ഇതിലുള്ള വിവിധ സ്ഥലങ്ങളിൽ വിമൻസിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാകും. ആ ഗ്രൂപ്പുകൾ വിവിധ ഭക്ഷണം കൊടുക്കുക, സന്ദർശകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക, താമസ സൗകര്യം കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഈ സൗന്ദര്യം ഈ മലകൾ കൊണ്ട് കാണിക്കുക. അങ്ങനെ ഒരുപാട് ഓരോ ഗ്രൂപ്പിനും ചെയ്യാവുന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഫണ്ട് കുറച്ച് 4-5 റിസോർട്ടുകാർ കൊണ്ടുപോകാതെ നമ്മളുടെ ഗ്രാമത്തിലേക്ക് വരണം. നമ്മുടെ ഓരോ വീടുകൾക്കും അല്ലെങ്കിൽ ഓരോ വിമൻസ് ഗ്രൂപ്പിനും മെൻസ് ഗ്രൂപ്പിനും അതിൻ്റെ ഗുണങ്ങളുണ്ടാകണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം വഴിയെ നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ തരും. സെൻട്രൽ ചെയ്യാൻ നല്ല എഫിഷ്യൻ്റാണ്. അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം. അങ്ങനെ ഈ ഗ്രാമം മൊത്തം പങ്കെടുപ്പിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ കൂടി ഷെയർ ചെയ്യണം. അത് കേൾക്കാനോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിനാര് സപ്പോർട്ട് ചെയ്യും, ആര് ഫണ്ട് ചെയ്യും, നമ്മൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യും, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് വരുന്ന ഒരു 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 ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് അതാത് പ്രദേശങ്ങളിൽ ഒരു 15-20 നമുക്ക് നമ്മൾ പറ്റുന്ന ഗ്രൂപ്പുകളായിട്ട് ആദ്യത്തെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിന് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുള്ളൊരു പദ്ധതിയുടെ മോഡൽ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് ഞാൻ പറഞ്ഞത് കാറ്ററിംഗ് സർവീസ്. കാറ്ററിംഗ് ഫുഡ് റിലേറ്റഡ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ കിറ്റ് ഉണ്ടാക്കുന്നതല്ല, അതൊരു ഉദാഹരണം പറഞ്ഞില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തും ജ്യൂസ് കൊടുക്കുന്നവരാവാം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ചെറിയ സ്റ്റോൾ ഇട്ടിട്ട് പെർമനൻ്റ് ആയിട്ട് അവിടെ വിൽക്കുന്നവരാവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനെ നമ്മൾ മിഷനാക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ എത്തിച്ചു കൊടുത്ത് അതിനെ റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം.
അപ്പോൾ ഇത് ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പ് വഴി ആവാം നമുക്ക്. പക്ഷേ ഇവർക്കെല്ലാം ഒരു കോമൺ ഐഡൻറ്റിറ്റി വേണം. ഇന്ന സൊസൈറ്റിയുടെ കീഴിലാണ് അല്ലെങ്കിൽ ഇന്ന ക്ലസ്റ്ററുടെ കീഴിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി വേണം. ആ ഐഡൻറ്റിറ്റിയിലാണ് നമ്മളെല്ലാവരും ഇനി അറിയപ്പെടുക. അത് ഉദയേട്ടൻ്റെ എവർഗ്രീൻ ഫാർമർ സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ ഇവർ പ്രൊഡ്യൂസർ കമ്പനി ആവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫോം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആവാം, എന്തും ആവാം, അത് വിഷയമല്ല. പക്ഷേ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ കീഴിലായിരിക്കണം നമ്മളിതെല്ലാം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ മണി ഫ്ലോ അത് ചില പോക്കറ്റുകളിലേക്ക് മാത്രം പോയി ഒതുങ്ങാതെ റിസോർട്ടുകളിലേക്കോ, അല്ലെങ്കിൽ റിസോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി തന്നെയാണ്. ഭക്ഷണം, താമസം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം, ഇത് രണ്ടേ പ്രാഥമികമായിട്ടുള്ളൂ. പിന്നെ അവർ തിരിച്ചു പോകും, 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. പിന്നെ അവർക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ വരേണ്ട കാര്യമില്ല. പലരും പല ജോലിയിലുള്ള ആൾക്കാരായിരിക്കും. വെക്കേഷൻ സമയത്ത് വരാം, പക്ഷേ വെക്കേഷൻ ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും വിസിറ്റേഴ്സ് കുറവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സീസൺ ജൂൺ തൊട്ട് തുടങ്ങും, ഡിസംബർ വരെ ഉണ്ടാവും, ഡിസംബർ ജാനുവരി ഉണ്ടാവും. അപ്പോൾ ആ ഒഴുക്കിൽ വരുന്ന വിസിറ്റേഴ്സിൻ്റെ മണി ഫ്ലോ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും, നമ്മളെങ്ങനെ ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് ആശയം. അത് ഇവിടെ പടം പിടിക്കാൻ വരുന്ന സിനിമാക്കാരായിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനറലായിട്ട് വന്നു പോകുന്ന പബ്ലിക് ആയിക്കോട്ടെ, ആരുമാവട്ടെ, ഏത് ക്ലാസിഫിക്കേഷനിൽ ആൾക്കാർ വന്നാലും അവരുടെ മണി ഫ്ലോ നമ്മളെങ്ങനെ ഈ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മുടെ ഐഡിയയും. അത് ഒരു യൂണിറ്റിൻ്റെ കീഴിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന പല ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാനിത് ഈ ഒരു ആശയം പറഞ്ഞ പോലെ നിങ്ങൾ ഒരു 10-15 പേര് ഇവിടെ ഇരിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവാം, കോൺസെപ്റ്റ് ഉണ്ടാവും, അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഫുഡ് റിലേറ്റഡ്, സ്റ്റേ റിലേറ്റഡ് ഏത് കാര്യം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുത് തൊട്ട് വലിയ പ്രോജക്റ്റ് വരെ എനി സൈസ് നമുക്ക് ചെയ്യാവുന്ന ഒരു കേസാണ്. മൈ ഓൺ പ്രോപ്പർട്ടിയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു കാറ്ററിംഗ്, ഞങ്ങളൊരു ഫ്രണ്ട്സ് 3 പേരും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് JLGയുടെ അണ്ടറിൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ കുടുംബസ്ഥകളായതുകൊണ്ട് എല്ലാവരും സ്കൂളിങ്, പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ ടൈമിംഗ് ഷെഡ്യൂൾ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 പേരും അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ അപ്പം അത് സ്റ്റോപ്പ് ചെയ്തതാണെങ്കിൽ ഇവിടെ വന്നാൽ ഫുഡ് കിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. കാരണം എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഞാൻ തന്നെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇട്ട് കൊടുക്കുകയാണ്. അത് വേറെ ഫ്യൂച്ചറിലേക്ക് വേറൊരാൾക്കും കൂടെ യൂസ് ആവും. കാരണം ഇവിടെ വരുന്നവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. മെയിൻലി സാറ് പറഞ്ഞ പോലെ താമസിക്കാൻ, കാരണം ലോങ്ങിന് വരുന്നവരായിരിക്കും. അവർക്ക് എന്നോട് പറഞ്ഞത് ഫുഡ് കിട്ടാനില്ല, നാടൻ ഫുഡ് എന്നല്ല, നല്ല ഫുഡ് കിട്ടാനില്ല. കിട്ടണമെങ്കിൽ ഞങ്ങൾ 7 കിലോമീറ്റർ റിട്ടേൺ പോകണം, അതിനെന്തെങ്കിലും ഫെസിലിറ്റി ചെയ്യൂ എന്നാണ് എന്നോട് ഇവിടെ വന്നൊരു ഗസ്റ്റ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ബേസിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് ചെയ്തത്. അത് എനിക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്തു. കാരണം ഫ്യൂച്ചറിൽ അത് യൂസ് ആവും. കാരണം അറിയാം, നമ്മൾ തന്നെ ഒരു സ്ഥലം നല്ലതാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നമ്മൾ അതിൽ കാണാനായിട്ട് പോകും. അപ്പം നമ്മൾ തിങ്ക് ചെയ്യും, നമുക്ക് അവിടെ പോയാൽ നല്ല ഫുഡ് കിട്ടും, സ്റ്റേ ചെയ്യാൻ പറ്റും, അവിടുത്തെ എങ്ങനെയായിരിക്കും അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലുണ്ടാവും. ആ മൈൻഡ് തന്നെയാണ് ഞാൻ ഈ പ്രൊജക്റ്റ് തുടങ്ങുമ്പോഴും ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ അതിനൊരു ഡിലേ, അതായത് വിസിറ്റേഴ്സിന് പ്രത്യേകിച്ച് പാലക്കാടൻ ചൂട് ആയിരിക്കും സഹിക്കാൻ പറ്റുന്നതല്ല അന്യ ജില്ലക്കാർക്ക്. നമുക്ക് ഓക്കെ, നമ്മളിവിടെ വളർന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ്. ഇത് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ കാഴ്ച, കൊല്ലംകോടിൻ്റെ കാഴ്ച വേറെ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്, അയ്യോ നമുക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്നുള്ളത്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണം. ഇതല്ല, കുറച്ചും കൂടെ വൈഡായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. അതിന് ഇവരെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ തന്നെ മാങ്ങ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് സെയിൽ ചെയ്യുക, അവനവൻ ആട്ടി വെച്ച വെളിച്ചെണ്ണ സെയിൽ ചെയ്യുക, അങ്ങനെ പുളി, അങ്ങനെ അവനവൻ ഉണ്ടാക്കി അവനവൻ്റെ വീട്ടിൽ അടുക്കളത്തോട്ടങ്ങളിലോ അല്ലെങ്കിൽ ചെറിയൊരു ഇതായിട്ട് തുടങ്ങിയ പച്ചക്കറികൾ സെയിൽ, അങ്ങനെയൊക്കെ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതിലാരും ചെയ്യാത്തവരൊന്നുമല്ല. നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ഈ നെൽകൃഷി അവരറിയാതെ തന്നെ അത് സഞ്ചാരികളിലേക്ക് എത്തുന്നുണ്ട്, അവരറിയാതെ തന്നെ. അപ്പോൾ അതങ്ങനെ വേണ്ട. അത് ഇവർക്കൊക്കെ ചെറിയൊരു ബെനിഫിറ്റാണ് അതിൽ കിട്ടുന്നത്. വേണ്ട, കുറച്ചും കൂടെ വൈഡായിട്ട് ഉദയേട്ടൻ വന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. കുറച്ചും കൂടെ ഒന്ന് അതിന് വൈഡാക്കാമെന്നൊരു തോന്നൽ വന്നു. അതിനാണ് ഞാൻ ഇവരെല്ലാവരും കൂടെ, പക്ഷെ ഇൻഡിവിജ്വലായിട്ട് ഇവരെല്ലാവരും ഓരോ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പിലുള്ളവരാണ്. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ നെൽകൃഷി ആയിരിക്കും. ഇവിടെ എല്ലാവരും എന്തെങ്കിലും ഒരു ഫീൽഡിലുള്ളവർ തന്നെയാണ്.
മെയിൻ അവർ നെൽകൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒന്ന് വൈഡ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വിപുലേട്ടൻ സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് തന്നെ അത് വന്നത്. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാറ്ററിംഗ് അത് തുടങ്ങുന്നത്. പക്ഷെ പോരാ, എനിക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. ഇവിടുത്തെ ഫുഡ് ഇവിടെ എല്ലാവരും നല്ല കുക്കുകളുണ്ട്, പക്ഷെ ആരും അത് ഇനിഷ്യേറ്റ് ചെയ്ത് എടുക്കുന്നില്ല. അപ്പം അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, അതും കൂടെയാണ്. അപ്പോൾ വരുന്നവർക്ക് ഫുഡ് കിട്ടും. അത്യാവശ്യം ഇവിടെ ഫാമേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ, അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും ഇവിടെ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. പുറത്തൊന്നും നമുക്ക് വേണ്ടല്ലോ. മെയിനായിട്ട് ക്യാരറ്റ് പോലുള്ള ചില സാധനങ്ങൾ പച്ചക്കറികൾ വരുമ്പോൾ, പിന്നെ ധനിയ, മല്ലിപ്പൊടി, അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ബാക്കി എല്ലാം അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പം നമുക്ക് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അത് ഇവര് ചെറിയത് ഒരു യൂണിറ്റിൻ്റെ ഇടയിൽ സാറ് പറഞ്ഞാൽ പല ഭാഗത്തായിട്ട് ഒരു യൂണിറ്റ് ആയിരിക്കും. ഞാൻ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഫുഡ് എനിക്ക് സാധനങ്ങൾ പ്രൊഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം ഓരോ സ്പോട്ടിലും അതിനൊരു ചെറുതായിട്ട് അങ്ങനെ ആവുന്ന അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിങ്ങളിത് സെയിൽ ചെയ്തു, അത് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ അപ്പോൾ അവർക്കും കൂടെ അത് ഫിനാൻഷ്യലി അവർ ഒന്ന് ഡെവലപ്പ് ആവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും പേരെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞ് അവരെ ഒന്ന് സംഘടിപ്പിച്ച് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേസിക്കായിട്ട് ഈ ചേച്ചി പറഞ്ഞ പോലെ സ്റ്റേ, ഫുഡ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ. ഇപ്പോൾ സ്റ്റേന് രാജാക്കന്മാരുടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. സീസണിലൊക്കെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. ഉദയൻ്റെ അടുത്ത് നേരത്തെ മുതൽ പറഞ്ഞില്ല, ലാസ്റ്റ് ഇയർ മുതൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഒരു സ്പോട്ട്, ഉദാഹരണത്തിന് ആശ്രയം കോളേജ് വിചാരിക്കുക. ആശ്രയം കോളേജിൽ നിന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. ആശ്രയം കോളേജ് ഒരു കമ്മ്യൂണിക്കേഷൻ പോയിൻ്റായിട്ട് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യണം. ഒരു സ്റ്റാഫിനെ, പെർമനൻറ്റ് സ്റ്റാഫിനെ നമ്മൾ അവിടെ ഇരുത്തുക. അപ്പോൾ എനി ടൂറിസ്റ്റ് ആര് വന്നാലും എന്ത് കാര്യങ്ങൾക്ക് വന്നാലും ആ സ്പോട്ടിൽ അവർക്ക് വേണ്ട എല്ലാവിധ ഇൻഫർമേഷനും കൊടുക്കണം. എല്ലാ ഇൻഫർമേഷനും, എവിടെ സ്റ്റേ കിട്ടും, എവിടെ ഫുഡ് കിട്ടും, എവിടെയൊക്കെ പോകാൻ പറ്റും. അത്യാവശ്യം വരുന്ന ആൾക്കാർ, ഫാമിലിയോടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ടോയ്ലറ്റ് പോകാനും വരുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇവർക്ക് മെയിലായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, വഴിയിൽ എവിടെ വെച്ചും സംഭവിച്ചു പോകാം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതെ, അപ്പോൾ ഇങ്ങനെ പല ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ ഒരു ഫോക്കൽ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് നമുക്കൊരു സ്പോട്ടിൽ, ആശ്രയം പോലുള്ള സ്ഥലത്ത് നമുക്കൊരു ഫുൾ ടൈം ഇൻഫർമേഷൻ സെൻറ്റർ അവിടെ വേണം. എഗെയിൻ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ കാറ്ററിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ. ഫുഡാണ് എൻ്റെ ഫോക്കസ്. ബാക്കി ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ അറിയില്ല. പക്ഷെ പല JLGകളിലും പറഞ്ഞ പോലെ അവരുടെ ഓൺ വെളിച്ചെണ്ണ ഉണ്ട്, മാമ്പഴം പഴുപ്പിച്ച് കൊടുക്കുന്നവരുണ്ട്, പിക്കിൾ കൊടുക്കുന്നവരുണ്ട്, അച്ചാറുണ്ടാക്കുന്നവരുണ്ട്, പപ്പടം ഉണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എവിടെ ചെന്നാലും കിട്ടും എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ ഈ ലൊക്കേഷനിൽ വരുന്ന ആൾക്ക് വേറെ ഒരു JLGയുടെ പ്രോഡക്റ്റ് ആയിരിക്കും ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് എത്തിച്ചു കൊടുക്കാനും സാധിക്കണം. ഒരു മെസ്സഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീക്കെൻഡ്സിൽ പാസ് ചെയ്യുന്ന ഒരാളും കൂടെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അധികമോ ആൾക്കാരും കൂടി വേണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഭാഗത്ത് 50 കിറ്റിൻ്റെ ഫുഡിൻ്റെ കിറ്റ് ഇട്ട് നിർത്തി, അവിടെ തികഞ്ഞില്ല. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ചിലപ്പോൾ നെമ്മേനിയിൽ നിന്നായിരിക്കും വരേണ്ടത്. അവിടെ നിന്ന് ഒരാൾ ഓടിയെത്തി ഇവിടെ കൊണ്ട് കൊടുക്കാനും ഇത് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാനുള്ളൊരു സിസ്റ്റം കൂടി ഒരു കോർഡിനേറ്റേഴ്സിനും പല കോർഡിനേറ്റേഴ്സും കൂടി നമ്മളിതിനകത്ത് കാണും. അങ്ങനെ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നടക്കുള്ളൂ. നമ്മൾ ഒരു ആശയം പറഞ്ഞെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നാലേ നമുക്കത് ഫുൾഫിൽ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് സമയമെടുക്കും. ഈ 2 മാസം, ഈ വേനൽ എന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ മുഴുവൻ ചെയ്യണം. നമുക്കൊരു ജൂൺ ജൂലൈ ആകുമ്പോൾ നമ്മൾ ഫുൾ സ്വിങ്ങിൽ ഇറങ്ങി ഈ സീസണിൽ, നെക്സ്റ്റ് സീസണിൽ വരുന്ന ആൾക്കാർക്ക് തന്നെ നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ബ്രാൻഡ് പ്രൊമോഷനിലേക്ക് നമ്മൾ പോകണം. ഇവിടെ ഈ JLGയുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടുന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കും. 1. 2, അടുത്തൊരു മെയിനായിട്ടുള്ള സംശയം എല്ലാവർക്കും വരിക, നിങ്ങൾ നേരത്തെ പറഞ്ഞു പലരും പല JLGയിൽ ഉള്ളവരാണെന്ന് പറഞ്ഞു. ആ JLG എല്ലാം പേപ്പർ നെയിംസേക്ക് JLGകളാണ്. ഇസാഫ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന JLGകളാണ്. നമുക്കത് പോരാ, അത്തരം JLGകൾ പോരാ, നെയിംസേക്ക് JLG പോരാ. നമ്മുടെ JLG എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളും അവരെ ലാബിലിറ്റി ഏറ്റെടുക്കുക തന്നെ വേണം. ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി, ജോയിൻറ്റ് ലാബിലിറ്റി ഏറ്റെടുക്കുകയാണ് വേണം. പിന്നെ അടുത്ത ചോദ്യം വരിക, ഇവരെല്ലാം നമ്മൾ എവിടെ അക്കൗണ്ട് തുറപ്പിക്കും? എല്ലാവരും നാഷണലൈസ് ബാങ്കിൽ പോകാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറയും. പലർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, 2018 ഞങ്ങൾ ജൻ കിസാൻ എന്ന് പറഞ്ഞൊരു നിധി കമ്പനി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് മാനേജിങ് ഡയറക്ടർ. ഈ കക്ഷിയാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. ഇതൊന്നും പുള്ളി ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല എവിടെയും, നിങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ റൂറൽ ഏരിയയിൽ കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണ്.
ജെൻ കിസാൻ എന്നാണ് പേര്. 1200 മെമ്പർ ഉണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി. പല ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ ലോൺ മൈക്രോ ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊലാട്രൽ ഇല്ലാതെ ലോൺ ഇനീഷ്യലി നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പല അബദ്ധങ്ങളും പറ്റിയിരുന്നു. തിരിച്ചടവുകൾ കൃത്യമായിട്ട് വന്നില്ല. ഈ പല ഇഷ്യൂസും ആൾക്കാർക്കിടയിൽ വന്നുകൊണ്ട് നമുക്ക് പൈസ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഗോൾഡാണ് കൂടുതൽ ചെയ്യുന്നത്. ഗോൾഡും മറ്റുള്ള ബിസിനസ്സാണ്. ഇപ്പോൾ മോർഗേജിൽ ഒരു 2 ലക്ഷത്തിന് മുകളിലുള്ള മോർഗേജുകൾ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഫിനാൻഷ്യൽ കമ്പനി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വേണമെങ്കിലും ഈ JLGകളെ രജിസ്റ്റർ ചെയ്യാം. വൺസ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം JLG നിങ്ങൾ നാഷണലൈസ് ബാങ്കിലേക്ക് പോയിക്കോളൂ. ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. നിങ്ങൾക്ക് തുടക്കത്തിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പോയൊരു അക്കൗണ്ട് എടുത്ത് വന്ന് നിങ്ങൾ 10 പേര് പോയി ചെക്ക് സൈൻ ചെയ്ത് വരാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ രജിസ്റ്റേർഡ് നിധി കമ്പനിയാണ്, അണ്ടർ RBI ആണ്. നമ്മൾ എല്ലാ ബാങ്കിങ് നോംസും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, NBFC ആണ്. അപ്പം നമ്മുടെ ഇവിടെ JLG തുടങ്ങാം. ആ JLG ഞങ്ങൾക്ക് കോർഡിനേറ്റ്, അതായത് ഫീൽഡ് കളക്ടേഴ്സ് ഉണ്ട്, പൈസ കൊണ്ടുതരുന്നവർ, നിങ്ങൾ അടയ്ക്കുന്ന പൈസ തിരിച്ചു കൊണ്ടുപോകുന്നവരും, ഫീൽഡിലേക്ക് വരുന്ന സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. മൊബൈൽ ബാങ്കിങ് നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിനും നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട് ഫിനാൻഷ്യലി. പിന്നെ വൺസ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നാഷണലൈസ് ബാങ്കിൽ അക്കൗണ്ട് വേണം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നാഷണലൈസ് ബാങ്കിൽ പോകണമെങ്കിൽ പോകാം, വിഷയമൊന്നും അല്ല. പറ്റില്ല, ഞങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററോ 5 കിലോമീറ്റർ പോയിട്ട് ഞങ്ങൾക്ക് ബാങ്കിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിലും അതിനുമുള്ള സൗകര്യം നമ്മുടെ തന്നെ ഉണ്ട്. ക്ലിയർ അല്ലേ? അല്ലല്ല, ഇവിടെ ചോദിക്കാൻ അപ്പം അങ്ങനെ പറഞ്ഞ പിന്നെ ആരും ഒന്നും ഞാൻ സീതാ റോഡിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ്. സീതാ റോഡിലേക്ക് പോകുമ്പോൾ ആ കൊടുവപ്പാറ ഇറക്കത്തിൻ്റെ അവിടെ 1-2 ആദിവാസിയിൽപ്പെട്ടിട്ടുള്ളവരാണ്. അവർ നെല്ലിക്ക പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മറ്റുള്ളത് കാണാതെ അവർ മുന്നോട്ട് വന്നില്ലേ. പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത്, വെക്കേഷൻ ഈ സമയത്ത് 4 കുട്ടികൾ കൂടി ചേർന്നിട്ട് വീട്ടിൽ വന്നു. നെല്ലിക്ക പറിക്കട്ടെ ചോദിച്ചു, പറിച്ചു വന്നു. പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, ചാമ്പയ്ക്ക, അതും കുറച്ച് ഉണ്ടായിരുന്നു. അതും കുറച്ച് പറിച്ചോട്ട് അവർ പറിച്ചു. അതിന് 2 പാത്രത്തിലാക്കിയിട്ട് അവർ അവിടെ കൊണ്ടുവന്നിട്ട് 4 പിള്ളേർ. അതിശയം തോന്നി നമുക്ക്. സത്യത്തിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ തോന്നി, വളരെ സന്തോഷം തോന്നി. ഇത്തരത്തിലുള്ള അതിനൊക്കെ നല്ല രീതിക്ക് എവിടെ നോക്കിയാലും വെറൈറ്റികളുടെ മാർക്കറ്റിംഗ്, ചെറുത് അവരവരുടെ കൊക്കിന് ഒതുങ്ങിയത് വരട്ടെ. അവരുടെ ഒരു വീട്ടിൽ താമരപ്പാടത്തൂടെ പോകുന്ന സമയത്ത് ഒരു മരിച്ചുപോയ ചെന്താമരൻ്റെ അമ്മ, വയസ്സായിട്ടുള്ള അമ്മ, വെണ്ടയ്ക്ക ഒരു കുറേ കെട്ടായിട്ട് എടുത്തു. ഞാനിത് അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെ നിന്ന് വെണ്ടയ്ക്ക പോകുന്നത് എനിക്കറിയും, കാരണം PAPCക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു കർഷക മാർക്കറ്റ് അവിടെ നടക്കുകയല്ലേ. വെണ്ടയ്ക്ക പിന്നെ പയർ, ഇതൊക്കെ അവിടെ മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടത്. ഇതൊക്കെ നമ്മൾ നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ആരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കട്ടെ. ഉമ്മർത്ത് ഒരു ദിവസം നിൽക്കുമ്പോൾ കുറേ മുരങ്ങക്കായ അവിടെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം വരുമ്പോൾ കുറച്ച് അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് വർഷമായിട്ട് അവിടെ വെച്ചിട്ട് അത് തീർന്നു. ഇതൊക്കെ ആ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. ആ നാട്ടുകാർ ഇങ്ങനെയൊക്കെ ആരൊക്കെ ചെയ്യണോ അതിനൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതിനോദേട്ടാ, വെള്ളി ശനി ഞായർ ഈ വീക്കെൻഡ്സിൽ ഇവിടെ എന്ത് വെച്ചാലും വിൽക്കും. അത് വിഷയമല്ല. എന്ത് സാധനം കൊണ്ട് വെച്ചാലും വിൽക്കും. അത് ആൾക്കാർ വന്ന് വാങ്ങിച്ചോളും. നമ്മൾ 10 രൂപയുടെ സാധനം 15 രൂപ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് പൊക്കോളും. വിഷയം അതല്ല. അത് ഇൻഡിവിജ്വലിനെ ബെനിഫിറ്റ് ചെയ്താൽ പോരാ, മൊത്തം സമൂഹത്തിന് ബെനിഫിറ്റ് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരാളെടുത്ത് മാർക്കറ്റ് ചെയ്തു, അയാളുടെ കഴിവ് അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഓക്കെ. പക്ഷെ അതിൻ്റെ ഗുണം എല്ലാവർക്കും കൂടി കിട്ടട്ടെ എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. അത് ഓയിൽജായിട്ട് ഒരു കുടക്കീഴിൽ വരുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ്. ഇത് നമ്മൾ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ബെനിഫിറ്റ്സും ഇല്ല. നമ്മൾ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് തരുന്നു, ചെയ്യിപ്പിക്കുന്നു, നിങ്ങൾ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കുന്നു. ഇതിൽ ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട 15 20 ആൾക്കാർക്കും അതിന് 20 ഫാമിലിക്ക് അതിൻ്റെ ഷെയർ പോകുന്നു. അതേപോലെ പല മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അത്രയും പേർക്ക് ഇതിൻ്റെ സാധ്യതകൾ പോകുന്നു. ആ സാധ്യതകളെ കൊണ്ടെത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ.
കൊല്ലങ്കോട് ഗ്രാമത്തിനെ മുഴുവൻ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് സാറിന് മനസ്സിലാക്കുന്നത്. നമ്മൾ അതങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് സുന്ദര ഗ്രാമം എന്ന് ഓൾറെഡി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കുകൾ പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6-7 വർഷം മുമ്പ് മുതൽക്ക് തന്നെ ഈ എക്കോ ടൂറിസം, ഫാം ടൂറിസം, അഗ്രി റെസ്പോൺസിബിൾ ടൂറിസത്തിനെ കുറിച്ച് വിഷയങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ ഉദയേട്ടൻ ടീമും അതിൻ്റെ കൂടെ ഞാൻ സഹകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം പ്രൈമറി ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ബിസിനസ് മുഴുവൻ ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് റിസോർട്ട് നടത്തുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായാലും. അപ്പോൾ അതിനെ ആ മണി ഫ്ലോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് സാധാരണക്കാരുടെ ഇടയിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ ഗ്രൂപ്പ് കൊണ്ട് പറ്റാത്തതുകൊണ്ട് അതൊരു യൂണിറ്റിൻ്റെ കീഴിൽ മൾട്ടിപ്പിൾ JLGസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ സർവീസസ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരെ ഉത്തരവാദിത്തങ്ങൾ അതാത് ഗ്രൂപ്പിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്ന ഫുഡ് തന്നെയാണ്. സെക്കൻഡ് ഫോക്കസ് തേർഡ് ഫോക്കസ് അതർ റിലേറ്റഡ് സർവീസസ്. ഈ അതർ റിലേറ്റഡ് സർവീസസിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന നാടൻ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്റ്റുകൾ ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കാൻ ഇവിടെ പ്രൊഡ്യൂസർ കമ്പനികളുണ്ട്, കർഷക കൂട്ടായ്മകളുണ്ട്, പിന്നെ നെല്ലുൽപാദക കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം സഹായം തേടിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഗാനിക് മാംഗോ കൾട്ടിവേഷനെ കുറിച്ച് സാർ എന്തോ പറയുന്നുണ്ടല്ലോ. അതായത് മാംഗോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാംഗോ മാർക്കറ്റിങ്ങിൽ സംബന്ധിച്ച് ഞാൻ പല വിഷയങ്ങൾ സംസാരിച്ചു. ഓൾറെഡി ഞാനൊരു മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയുടെ CEO ആയിട്ടിരുന്ന ആളാണ്. ഇപ്പം അതുമായിട്ട് ബന്ധമില്ലെങ്കിലും ഇവിടെ ജൈവ രീതിയിലുള്ള മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് ചുറ്റിലും നോൺ ഓർഗാനിക് ആയിട്ടുള്ള ഫാമുകൾ ഒട്ടനവധി വന്നതുകൊണ്ട് പ്യൂർ ഓർഗാനിക് പ്രൊഡ്യൂസ് ഇവിടെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. അതായത് സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ജൈവ രീതിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന മാങ്ങകൾക്ക് വലിയ മാർക്കറ്റിംഗ് പ്രൈസും കിട്ടാത്തതുകൊണ്ട്, അവർക്ക് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യപ്പെടാതെ പോകും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവയർനെസ് കൂടി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള നെന്മേനി ചുറ്റുമുള്ള പ്രദേശം സുന്ദര ഗ്രാമത്തിൻ്റെ പരിസരത്തിൽ വരുന്ന ഒട്ടുമിക്ക കർഷകരെ അതിൻ്റെ ബോധവൽക്കരണം നടന്നുകൊണ്ട് നോൺ പെസ്റ്റിസൈഡ് ഫീൽഡിലേക്ക് അവർ മാറിയിട്ടുണ്ട്, മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ ജൈവമല്ലെങ്കിലും അവർ വിഷരഹിത മാങ്ങ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ മാങ്ങ ഇവിടെ കൂടുതലായിട്ടുള്ളത്? ഇവിടെ 100-ൽ പരം വെറൈറ്റികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും അൽഫോൺസോ, ബങ്ങനപ്പള്ളി, സിന്ദൂരം, കിളിച്ചുണ്ടൻ, പ്രിയൂർ, ചന്ദ്രകാരൻ, അങ്ങനെ പല പല വെറൈറ്റി. ഇതെല്ലാം എക്സ്പോർട്ടാണ് കൂടുതൽ. എക്സ്പോർട്ട് എന്ന് പറയാനില്ല, 80% വിറ്റഴിക്കപ്പെടുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ്. എക്സ്പോർട്ട് മാർക്കറ്റിങ്ങിന് 20% പോയാൽ മതി. കാരണം എക്സ്പോർട്ട് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഈ റേറ്റ് ഡൊമസ്റ്റിക്കിൽ തന്നെ ഉണ്ട്. എത്ര ഹെക്ടർ മാംഗോ കൃഷിയാണ്? മൊത്തം മുതലമട പരിസരത്തുള്ള പ്രദേശങ്ങളിൽ 8500 ഹെക്ടറിലധികമുണ്ട്. 8500 ഹെക്ടർ. പ്രധാനമായിട്ടും മാംഗോ കൾട്ടിവേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് ബാക്കി തെങ്ങായിരിക്കും. ബാക്കി നെല്ല്, തെങ്ങ് തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ SFSCയുടെ എന്തോ പ്രോജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു സാറിൻ്റെ നാട്ടിൽ? SFSCയുടെ കീഴിലാണ് നമ്മൾ പ്രൊഡ്യൂസർ കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതിപ്പോൾ ഒരു പേപ്പർ ബേസ്ഡ് കമ്പനിയായി മാറി. അതിനകത്ത് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതിനകത്താണ് നമ്മൾ ഈ 500 CR പ്രോജക്റ്റ് പുട്ടപ്പ് ചെയ്ത് DPR സബ്മിറ്റ് ചെയ്തു, ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു. എന്നിട്ട് അവസാനം ഇത് 20 കോടി രൂപ അനുവദിച്ചു. അത് ഇൻ പേപ്പറിലാണ്, പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ഇൻകെയിൽ എന്ന് പറയുന്ന കമ്പനിയാണ് പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി. ഇൻവെസ്റ്റ്മെൻറ്റ് കേരള എന്ന് പറയുന്ന കമ്പനി. അത് കിഫ്ബിയാണ് ഫണ്ട് അനുവദിച്ചത്. കിഫ്ബി അനുവദിച്ചു, സ്ഥലം ഏറ്റെടുക്കപ്പെട്ടു. പ്രോസസ്സിംഗ് യൂണിറ്റ് ഒന്നും ചെയ്യപ്പെട്ടില്ല. 10 വർഷമായിട്ട് അതേ കിടപ്പിലാണ്. അതെന്താ? കാരണം എന്താണ്? കാരണം അത് രാഷ്ട്രീയപരമല്ല. സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇത്. ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു മാംഗോ. അത് നടപടിയാകാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഫുൾ സ്വിങ്ങിലായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. നടത്താമെന്നുള്ള. എത്ര ഫാർമേഴ്സിന് ഗുണം കിട്ടും ശരിക്കും ഈ പ്രോജക്റ്റ് വന്നാൽ? ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 2000 ഫാർമേഴ്സിന് ബേസിക്കലി ഗുണം കിട്ടും. പിന്നെ ഫർദറായിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും തരാമോ? സെന്തിൽ നടരാജൻ,
സൂര്യ ഹൗസ് ആട്ടയമ്പതി ഗോവിന്ദപുരം. ഫോൺ നമ്പർ 8943402043. നോക്കിയിട്ട് ഫസ്റ്റ് ഇഷ്ടപ്പെടില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം, വെജിറ്റേറിയൻ ആയിരിക്കണം, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. കാരണം ടോട്ടലി ഫ്രീ ആയതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് സ്ഥലങ്ങളും വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഫണ്ടിലാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്വാമി സർവ്വമതത്തിൻ്റെ ആളാണ്. റെയിൻബോ എന്നൊരു പ്രോഗ്രാം എല്ലാ വർഷവും ഡിസംബർ 26 സുനാമി ദിവസം ചെയ്യുന്നതാണ്. ആ സർവ്വമത പ്രാർത്ഥനക്കാണ്. ഇതൊരു പ്രതിഷ്ഠ കരുപ്പസ്വാമി വേലമാണ്. തമിഴ് കൾച്ചറിൽ നിന്ന് ശിവനും പാർവതിയാണ്. പാർവതി തന്നെയാണ്. തമിഴ്നാട് വരുമ്പോൾ കരുപ്പസ്വാമി വേലമ്മയായിട്ട് കൃഷിക്കാർ അത് കൃഷിക്ക് മുമ്പേ കൃഷി കഴിഞ്ഞിട്ട് ഇവിടെ പൂജ ചെയ്യുന്നു. ഞങ്ങൾ ഏക നോൺ വെജിറ്റേറിയൻ ചെയ്യുന്നത് ആടും കോഴിയാണ്. അതെ, ഞങ്ങളതിന് അത്ര മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കോഴിയും ആടും അത് ഓരോരുത്തരും നേർച്ചയാണ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേസ്റ്റ് നമുക്ക് തരും. ക്ലീനിങ് നമ്മളാണ്. നമുക്ക് തന്നില്ല എന്നല്ല, വേസ്റ്റ് നമുക്ക് തന്നെ തരും. ശിവനും പാർവതി അയ്യപ്പനെ സഹായിക്കാൻ നന്നായിട്ടാണ് അതൊരു ഐഡിയ. ഇത് 400 വർഷത്തെ പഴക്കം. ഈ മരങ്ങൾ അതിനെ കാരണം ഇതുപോലെ 19 മരങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓരോരുത്തർ അവരുടെ പ്ലോട്ടിലുള്ളത് വെച്ചതാണ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇദ്ദേഹത്തിനടുത്തും ഇത് നമ്മുടെ വിട്ടുപോകുന്ന ഒരു റിസോർട്ടാവാൻ പ്ലാനിലായിരുന്നു. കാരണം ഇതൊരു കുളമാണ്, പ്ലേ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമാണ്. ഇത് ചിത്രമാക്കി ഇനിയും തിരിച്ചൊരു വർക്ക് ചെയ്യാൻ നമുക്കുണ്ട്. നമുക്ക് ഇതിനൊപ്പം ചാരിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഫണ്ട്സിൻ്റെ ഒരു പേരാലാണോ അറിയാലിങ്ങനെ അറിയാൽ ഈ ഇതാവില്ല, ഈ വ്യത്യാസം അതിങ്ങനെ പോകില്ല. ഇത്ര മൾട്ടിപ്പിൾ ഭയങ്കര മൾട്ടിപ്പിൾ. ഇത് ഓരോന്ന് ഇതിൻ്റെ റൂട്ടാണ്. ഇതിൻ്റെ റൂട്ടിൽ നിന്നാണ് അതിൻ്റെ റൂട്ടിൽ നിന്നാണ്. ഞങ്ങളത് പ്രോത്സാഹിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്. കാരണം നമുക്ക് നല്ലത് നടക്കുമ്പോൾ ഒരിക്കലും ജീവന് ബലി കൊടുക്കുക.
ആശ്രയം റൂറൽ സൊസൈറ്റി പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അതിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സൗജന്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2016 ആണ് നമ്മളൊരു കോളേജ് എന്നുള്ള സങ്കല്പത്തിൽ ഒരു ചെറിയ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വന്നിട്ട് 2021 മുതൽ ഈ ലാൻഡ് എടുക്കുകയും ഇതിലേക്ക് എത്തുകയും ചെയ്തു. അതിന് മുമ്പ് നമ്മൾ കൊല്ലങ്കോട് ടൗണിൽ വാടക കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ആശ്രയം റൂറൽ സൊസൈറ്റി ഈ പറഞ്ഞ ഡിസർവിംഗ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. നമ്മൾ കോളേജിൽ പിന്നെ മറ്റെല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും പഠിക്കാനുള്ള അവസരം. ഇപ്പോൾ ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി കോളേജും അക്കാഡമിക് ആയിട്ടാണ്. ഫാർമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫാർമേഴ്സ് നമ്മൾ പാലക്കാട് ജില്ലയിൽ വളരെ സജീവമായിട്ടുള്ള ഫാർമേഴ്സ് ഗ്രൂപ്പുകളാണ് ഇവിടെ കൊല്ലങ്കോട് കേന്ദ്രീകരിച്ചുള്ളത്. പ്രത്യേകിച്ച് എവർഗ്രെയിൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ടീം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അതിനകത്ത് ഉള്ളത്. ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് കുറേയധികം ഗ്രൂപ്പുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഫാർമേഴ്സ് ക്ലബ്ബുകളായിട്ട്. ഇതിന്റെ കോർഡിനേഷൻ എന്ന രീതിയിൽ ഫെഡറേഷനും അതുപോലെ കമ്പനിയും ഒക്കെ ഇതിന്റെ കീഴിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ കർഷകരുടെ നല്ലൊരു യൂണിറ്റി ടീം ഒക്കെ നടക്കുന്ന പ്രദേശം കൂടിയാണ്. മാവ് കർഷകരാണോ? അല്ല, എല്ലാം ഉണ്ട്. മാവ് മാത്രമല്ല, മാവ് കർഷകരല്ല, കൂടുതൽ പേരും എല്ലാം. സെന്തിലുമായിട്ട് എങ്ങനെയാ കണക്ഷൻ? സെന്തിൽജി നമ്മളെ വളരെ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. മുതലമുടയാണ്. ഞാനും അടിസ്ഥാനമായിട്ട് മുതലമുടയാണ്. ഞങ്ങളുടെ പഠനകാലത്ത് ഞങ്ങളുടെയൊക്കെ സീനിയർ ആയിരുന്നു. അതുകൊണ്ട് കുറെ കാലമായിട്ടുള്ള പരിചയം. കോളേജിൽ എത്ര കുട്ടികളുണ്ട്? നിലവിൽ 160 നമ്മുടെ സ്ട്രെങ്ത് ഉള്ളത്. ഹോസ്റ്റലുണ്ടോ? ഇല്ല, ഹോസ്റ്റലൊന്നും ആയിട്ടില്ല. ഫ്യൂച്ചർ പ്രോഗ്രാംസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്രോഗ്രാംസ് നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോളിസി പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിഷൻ വെച്ചിട്ടുള്ളത്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളെ നല്ല മനുഷ്യനാക്കി വളർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. അപ്പം യൂണിവേഴ്സിറ്റി കരിക്കുലത്തിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യുന്ന കുറേയധികം വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതിലിപ്പം മെഡിറ്റേഷൻ, യോഗ, അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ സ്കിൽ ട്രെയിനിങ്ങിനുള്ള അവസരം, ജോബ് ട്രെയിനിങ്, പ്ലേസ്മെന്റ്. നമ്മൾ നിലവിൽ BA സോഷ്യോളജി BCom എടുക്കുന്ന കുട്ടിക്കും നമ്മൾ 24 കമ്പ്യൂട്ടറുള്ള ലാബ് ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സിലബസിൽ കമ്പ്യൂട്ടർ ഇല്ല, പക്ഷെ നമ്മൾ നിർബന്ധിതമായിട്ടും അവരുടെ ഒരു പീരീഡ് കമ്പ്യൂട്ടറിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ബേസിക്കായിട്ട് കമ്പ്യൂട്ടറിൽ മിനിമം അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ ലിറ്ററസി ഉറപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കോഴ്സിലില്ലെങ്കിലും നമ്മൾ അതുകൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു അവർ സിംബോസിയം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ജില്ലയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളിൽ കുട്ടികളോട് സംവദിക്കാനെത്തും. കുട്ടികളുടെ തന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സംവാദങ്ങളും പ്രസന്റേഷനും ഒക്കെ ആയിട്ട് ആ രീതിയിൽ എല്ലാ വെള്ളിയാഴ്ചകളും നമ്മൾ അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ ക്ലബ്ബുകൾ ഇവിടെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അതിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. സർവേ ഇൻക്ലൂഡിങ് നമ്മൾ സേവന മേഖലയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരു 3 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ കുട്ടി തൻ്റെ കഴിവിൻ്റെ ഒരു പരിധി വരെയെങ്കിലും വികസിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും തൊഴിൽ പരിശീലനം അതിന്റെ കൂടുതൽ കൊടുക്കുന്നുണ്ട്? ഈ തൊഴിൽ പരിശീലനം നിലവിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കുട്ടികളുടെ ലീഡർഷിപ്പിൽ തന്നെ ഒരു സോപ്പ് മേക്കിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അത് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ വാണിജ്യാടിസ്ഥാനത്തിലില്ല എങ്കിലും നമ്മൾ അറിഞ്ഞ വരുന്ന അവിടെ ക്യാമ്പസിലേക്ക് വരുന്ന ആളുകൾക്കിടയിലേക്ക് അത് അവർ തന്നെ സേവ് ചെയ്യുന്നത്. അവരുടെ പോക്കറ്റ് മണി എന്ന രീതിയിൽ കുറേയധികം കുട്ടികൾ അതിൽ ചെയ്യുന്നു. വേറെ ഇൻഡസ്ട്രി ലെവലിലേക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഈ മാവ് കൃഷിയിലൊക്കെ അവർ കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. മാവ് കൃഷിയിൽ നമ്മൾ അങ്ങനെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ക്യാമ്പസിലേക്ക് 3 വർഷമായി കുട്ടികൾ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം മതിയില്ല, പൂർണ്ണമായിട്ടില്ല. സാധാരണ നമ്മൾ ചാണകം മറ്റു കർഷകർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ പെസ്റ്റിസൈഡ് ഒപ്പം നമ്മൾ ഇതിനകത്ത് അനുവദിക്കാറില്ല. അപ്പൊ നിലവിൽ നമ്മളിപ്പോൾ കുട്ടികളിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് തന്നെ ഒരു ഗ്രീൻ ക്യാമ്പസ് എന്നുള്ള കൺസെപ്റ്റ്. ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ മാവ് നഷ്ടപ്പെടേണ്ട എന്നുള്ളത് കൊണ്ട് ഉള്ള സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താണ്. അതിന്റെ ശിഖരം മാത്രമേ ഒന്ന്
കോഴിക്കോട്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് 78-79 മരങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ 70 ഉണ്ട്. 8-9 നമ്മൾ അവിടുത്തെ ബിൽഡിങ്ങിന് വേണ്ടി മുറിച്ചു. ബാക്കിയെല്ലാം നമ്മുടെ ആ ഏതൊക്കെ മാവുകളാണ് അവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ 9ഓളം വെറൈറ്റി ഉണ്ട്. അൽഫോൻസ, സിന്ദൂരം, ബംഗനപ്പള്ളി, ഹിമാപസന്ത്, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ. കിളിച്ചുണ്ടൻ ഉണ്ട്, പിന്നെ നടശാല, 9 വെറൈറ്റി. ഇപ്പൊ പുതിയതായിട്ട് എടുത്ത സ്ഥലത്ത് മാവ് കൃഷി ചെയ്യാൻ പരിപാടിയുണ്ടോ? പുതിയ എടുത്ത സ്ഥലത്ത് നമ്മൾ മാവ് മാത്രമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഫ്രൂട്ട്സിന്റെ പല വെറൈറ്റി വെക്കാനുണ്ട്. കാരണം അതിനകത്ത് ഒരു 3 ഏക്കറുണ്ട്. 3 ഏക്കറിൽ നമുക്ക് ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്യപ്പെടുക ഒരു 50-60 സെന്റ് സ്ഥലത്തിലാണ് നിലവിലുള്ള പ്ലാൻ പ്രകാരം വരുന്നത്. ഒരു 70 സെന്റ് മാറ്റി വെച്ചാലും ബാക്കിയുള്ള ഏരിയ നമുക്ക് പ്ലാന്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പേര് കൊടുത്തത് തന്നെ ആശ്രയം ഓർച്ചാടുന്നതാണ്. അപ്പം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന മാവ് കൂടാതെ മറ്റെന്തൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. മാവുണ്ട്, 7 മാവുണ്ട്. മറ്റ് ഫ്രൂട്ട്സും കൂടെ വെക്കാന്നുള്ളത്. വെള്ളം അവൈലബിൾ ആണോ? വെള്ളം നിലവിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ആയതിനു ശേഷം കുട്ടികളുടെ ആവശ്യത്തിനുള്ളും അത്യാവശ്യം ഇറിഗേഷൻ ഉള്ളതേ വേണ്ടുള്ളൂ. ഒരു ബോറും ഒരു കുക്കറിനെയും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നനയ്ക്കുന്നുണ്ട്. ഈ വർഷം ഇപ്പം നിലവിൽ ഇതുവരെ ഷോർട്ടേജ് എത്തിയിട്ടില്ല. ഇനി കുട്ടികൾ ഇപ്പം വെക്കേഷനാണ്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമാണ്. പക്ഷെ കിണറിൽ വെള്ളം കുറവാണ്, ബോറിലുള്ളത് കൊണ്ട് നിൽക്കുന്നുണ്ട്. RCTയുടെ പ്രോഗ്രാം പ്രോജക്ട്സ് ഒക്കെ എന്താണ്? ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. നമ്മൾ 2006 മുതലാണ് പ്രവർത്തിച്ച് തുടങ്ങിയത്. ആശ്രയം സൊസൈറ്റിയിലാണ് ഈ എഡ്യൂക്കേഷൻ പ്രൊജക്ട് തുടങ്ങിയത്. പക്ഷെ നമുക്ക് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാനുള്ള നിയമപരമായിട്ടും മറ്റൊക്കെ പ്രയാസം ഉള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരു ട്രസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കോളേജ് ചെയ്തിട്ടുള്ളത്. സൊസൈറ്റിയിൽ ഇപ്പം പ്രധാനമായിട്ട് 4 പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഒന്ന് ജ്യോതിർഗമ്യ വിദ്യാഭ്യാസ പദ്ധതി. അതിലാണ് നമ്മൾ വളരെ ഡിസർവിംഗ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് +2 ശേഷം പഠിക്കാനുള്ള സാമ്പത്തിക സഹായങ്ങളും ഒപ്പം അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ പ്രോജക്റ്റ് നടത്തുന്നത്. പിന്നെ ഉള്ളത് കാവൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ്. അത് നിലവിൽ കേരളത്തിൽ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കാവൽ എന്നുള്ളത്. എല്ലാ ജില്ലയിലും ഉണ്ട്. പാലക്കാട് ജില്ലയിൽ നമ്മളാണ് ചെയ്യുന്നത്. അത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ല, അത് ഹോം എന്ന് പറഞ്ഞിട്ട് എൻട്രി ഹോം എന്ന് പറഞ്ഞിട്ട്, അപ്പം മുമ്പ് നിർഭയായിരുന്നു. ഇപ്പൊ എൻട്രി ഹോം ഫോർ ഗേൾസ്. അത് ഈ 18 വയസ്സിന് താഴെ ഒബ്സർവേഷൻ ഹോമാണ്. താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടറാണ്. 3 മാസം മുതൽ 6 മാസം വരെ. അപ്പൊ അത് ഈ ഏപ്രിൽ 1 മുതലാണ് നമ്മൾ ചുമതല അതിലേക്ക് ഏറ്റെടുക്കുന്നത്. എത്ര പിള്ളേരുണ്ട്? ഇപ്പൊ 26 കുട്ടികളും 7 ജീവനക്കാരുമാണ് നിലവിൽ. ഗേൾസും ഉണ്ടോ? ഗേൾസ് മാത്രമാണ്, പ്യൂർലി ഗേൾസ് ആണ്. ആൺകുട്ടികളുടെ ആരാ ചെയ്യുന്നത്? ആൺകുട്ടികൾക്ക് ഹോമില്ല. അല്ല, ഈ കാവലിന് കാവൽ നമ്മളാണ്. കാവലില് ആൺകുട്ടികൾ എന്നല്ല, കാവലില് 18 വയസ്സിന് താഴെ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന എല്ലാവരും അതിനകത്ത് വരും. പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ വരും. പക്ഷെ മെജോറിറ്റിയും അതിനകത്ത് ആൺകുട്ടികളാണ്. അത് ശരിക്കും സൈക്കോ സോഷ്യൽ കെയർ ആണ്, ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഒരു ഹോം കെട്ടിയിട്ടില്ല. ഇപ്പൊ നമുക്ക് വരിക കോടതിയിൽ നിന്നാണ് കുട്ടികളുടെ ലിസ്റ്റ് വരിക. സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അല്ല, പോലീസിന് കേസാവും, കോടതിയിലെത്തും. കോടതിയാണ് ഇപ്പൊ നമുക്കുള്ള ഓപ്പറേഷൻ ഏരിയ 3 താലൂക്കാണ്: ചിറ്റൂര്, പാലക്കാട്, ആലപ്പുഴ. ഇപ്പൊ ഈ 3 താലൂക്കിലുള്ള കുട്ടിയാണെങ്കിൽ അവർ നമുക്കാണ് റെഫർ ചെയ്യുക. അപ്പൊ ഈ കുട്ടിയെ കോടതി നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വീട് കണ്ട് അസസ് ചെയ്ത് അവരുടെ സൈക്കോ സോഷ്യൽ അസസ്മെന്റ് നടത്തി അവർക്ക് വേണ്ടുന്ന നീഡ് ബേസ് ആയിട്ട് സപ്പോർട്ട് കൊടുത്തതെന്ന് വെച്ചാൽ വീണ്ടും അവൻ പ്രശ്നങ്ങളിൽ പോകരുത്, അതിലേക്കുള്ള സംഭവം കൊടുക്കണം. കൗൺസിലിങ്ങും ട്രെയിനിങ്ങും പാരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ്, അങ്ങനെ കുറെ സംഭവം. സാർ, അഡ്രസ്സും ഫോൺ നമ്പറും തരുമോ? പേര് അരവിന്ദാക്ഷൻ എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് നെന്മേനി, ഈ ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ 8089560608.